السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് ഈ നാടിന്റെ വിളക്കാണ് എന്ന് പറയേണ്ടതിന്റെ ആവശ്യമില്ല. അവിടുത്തെ സ്വലാത്തിനെയും സ്വലാത്ത് മജ്‌ലിസിനെയും ഏറെ ബഹുമാനിക്കുന്ന നാട്ടുകാരാണ്, മുഅ്മിനീങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് ഈ സദസ്സും ഈ നാടിന്റെ ഈ സാഹചര്യവും വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും സ്വലാത്ത് നടക്കുന്നുണ്ട്. മുടങ്ങാതെ 37 വർഷം അല്ലെ 37ാമത്തെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന നാട്ടുകാരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ ആഴ്ചയിലും നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് 37 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പാരമ്പര്യമുള്ള ഒരു മജ്‌ലിസാണ്. ഒരു മാസത്തിൽ 4 ആയാൽ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 50ഓളം മജ്‌ലിസായില്ലേ? 37 വർഷമാകുമ്പോ 1000-1500-ലധികം സ്വലാത്തിന്റെ മജ്‌ലിസ് ഇവിടെ നടന്നു കഴിഞ്ഞു എന്നതാണ് സത്യം. എല്ലാം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞ ഓരോ മജ്‌ലിസുകളിലും പങ്കെടുത്ത ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഖബറിലുണ്ടാകും. അല്ലാഹു അവരുടെ ഖബർ ജീവിതം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ആ അർത്ഥത്തിൽ അതിന്റെ വാർഷിക പരിപാടി ആയതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നല്ല ബന്ധമുള്ള മജ്‌ലിസാണ് എന്നതിൽ സന്ദേഹമില്ല. മദീനയോടടുക്കുന്ന മജ്‌ലിസാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു ഈ മജ്‌ലിസ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും മദീനയിലേക്ക് അടുപ്പിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 2 വരി മദ്ഹ് ചൊല്ലിയിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ വേദിയിലുണ്ട്, വലിയ ആലിമീങ്ങൾ ഉസ്താദുമാര് വേദിയിലുണ്ട്. ആലിമീങ്ങളും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ്. സമയം വൈകിയത് കൊണ്ട് അവർ എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മനസ്സിൽ മദീന കൊണ്ടുവരാം. നാം മദീനയുടെ ആളുകളാണ്. അവിടുത്തെ സ്വലാത്തിന്റെ വാർഷിക മജ്‌ലിസാണ്. തുടക്കത്തിൽ 2 വരി ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. നല്ല റാഹത്തിൽ ചൊല്ലണം. മദീന മനസ്സിൽ കൊണ്ടുവരണം. എന്റെ ശരീരം ഇപ്പൊ ഉള്ളത് ബൈത്തടുക്കയിലെ ദർഗക്ക് തൊട്ടടുത്ത വിശുദ്ധമായ സ്വലാത്ത് വാർഷികത്തിന്റെ വഅലിന്റെ മജ്‌ലിസിലാണ്. എന്റെയും നിങ്ങളുടെയും ശരീരമുള്ളത്. മനസ്സങ്ങ് മദീനയിലേക്ക് പോകണം.
മനസ്സിന്റെ ഉൾക്കാഴ്ച കൊണ്ട് ആ മദീന നമ്മുടെ മനസ്സിൽ വരണം. അവിടെ പോയവരും പോകാത്തവരും ആ പച്ചക്കുമ്പ നേരിട്ടും അല്ലാതെയും കണ്ടവരുണ്ടാകും. ധാരാളം അവിടെ എത്താൻ, ധാരാളം തവണ അവിടെ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു എന്ന് സലാത്തും സലാമും പറയുന്ന ബൈത്ത് എല്ലാവരും നല്ല റാഹത്തിൽ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور. الصلاة والسلام رسول الله. الصلاة والسلام عليك يا حبيب الله. أنت شمس أنت بدر أنت نور فوق نور. أنت إكسير وغالي أنت مصباح الصدور. الصلاة الصلاة والسلام عليك يا حبيب الله. يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين. آدي أول مهدراي പാടച്ചുവെച്ച മുഹമ്മദാ. ബദ്രിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. الله قبول ചെയ്യുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾക്ക് ചൊല്ലിയ മഹത്തായ മദ്ഹ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ ബൈത്തെടുക്ക മജ്ലിസിൽ നിന്ന് വിശുദ്ധമായ മദീനയിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ തിരുഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എപ്പോഴും സ്വലാത്തിന്റെ ആളുകൾ എന്നുള്ളത് മദീനയുടെ ആളാണ് എന്നതിന്റെ ഐഡന്റിറ്റിയാണ്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എപ്പോഴും പുകഴ്ത്താനാണ് ഞാൻ ആഗ്രഹിക്കുക.
എപ്പോഴും അവരുടെ മദ്ഹ് പറയാനും അവരുടെ മഹത്വം ധാരാളം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സ്നേഹമുള്ള ആള് സ്വാഭാവികമായും ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വം അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നത്, പുകഴ്ത്തിപ്പറയുന്നത് ആ നേതാവിനെ തന്നെയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിമീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തണമെന്ന് നമുക്ക് മാത്രമല്ല ആ നിർബന്ധ ബുദ്ധിയുള്ളത്, ഖാലിഖായ റബ്ബിനും അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. എപ്പോഴും കേൾക്കേണ്ട നാമം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ നാമം കേട്ടുകൊണ്ടേയിരിക്കണം എന്ന് അല്ലാഹുവിനും ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരം മുസ്ലിമിന് നിർബന്ധമാണ്. ആ 5 വഖത്ത് നിസ്കാരത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നാം പറയുന്നുണ്ട്. അവിടത്തേക്ക് നേരിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഹബീബായ തങ്ങളെ വിളിച്ച് നാം സലാം പറയുന്നുണ്ട്. 5 വഖത്ത് നിസ്കരിക്കൽ നിർബന്ധം. ഒരു ദിവസത്തിൽ 5 തവണ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുആ ചെയ്യല്, സ്വലാത്ത് ചൊല്ലല്, സലാം പറയല് അത് വിശ്വാസിക്ക് നിർബന്ധമാണ്. അല്ലാഹു ആ രൂപത്തിലാണ് സംവിധാനിച്ചത്. ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് തന്നെ ഹബീബായ തങ്ങൾ ഓരോ സമയത്തും പുകഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്നത് അല്ലാഹുവിന് തന്നെ ഉള്ള ഒരു വലിയ നിർബന്ധമാണ്. അപ്പൊ എന്താണ് സ്വലാത്ത് എന്ന് നാം അറിയണം. വിശാലമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ സമയമില്ല. സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് നടക്കുന്നുണ്ട്. സ്വലാത്ത് ആഴ്ചയിൽ സ്വലാത്ത്, മാസാന്ത സ്വലാത്ത്, വാർഷിക സ്വലാത്ത്, എപ്പോഴും സ്വലാത്ത്. ഖുതുബയിൽ കയറിയാൽ അവിടെയും സ്വലാത്ത്, നിക്കാഹിന്റെ ഖുതുബയിൽ അവിടെയും സ്വലാത്ത്, ദുആ ചെല്ലുമ്പോ അവിടെയും ദുആയിലും സ്വലാത്ത്, തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാ സമയത്തും സ്വലാത്ത്. എന്താണ് ഈ സ്വലാത്ത്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം, ശരിയായ അർത്ഥം നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മലയാളത്തിലോ കന്നഡയിലോ അതിന്റെ ശരിയായ അർത്ഥം പറയാൻ കഴിയില്ല. അത്രമാത്രം വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശയമാണ് സ്വലാത്ത് എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ദുആയാണ് സ്വലാത്ത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തു പറയാം സ്വലാത്തിനെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ലോകത്തെ സർവ മനുഷ്യരിലും ചരാചരങ്ങളിലും സൃഷ്ടികളിലും ഒരാൾക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ പവർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. അത് നാം ദുആ ചെയ്താലും നൽകും, നാം ദുആ ചെയ്തില്ലെങ്കിലും നൽകും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് നൽകാൻ വേണ്ടി മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ദുആയാണ് സ്വലാത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രയോ നിഅമത്തുകൾ, ലോകത്തൊരാൾക്കും നൽകപ്പെടാത്ത വലിയ സ്ഥാനങ്ങള്, മഖാമം മഹ്മൂദാ, ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അത് കൊടുക്കാൻ വിശ്വാസികൾ ചെയ്യുന്ന ദുആയാണ് സ്വലാത്ത്. നാം ദുആ ചെയ്തിട്ട് വേണോ തങ്ങൾക്കത് കിട്ടാൻ? ഇല്ല.
ബൈത്തെടുക്കയിലെ വാർഷിക സ്വലാത്തില്ലെങ്കിലും മാസിക സ്വലാത്തില്ലെങ്കിലും ആഴ്ചയിലെ സ്വലാത്തില്ലെങ്കിലും തങ്ങൾക്ക് ആ സ്ഥാനം കിട്ടുമെന്നതിൽ സംശയമില്ല. പക്ഷേ നാം എന്തിനു ദുആ ചെയ്യുന്നു, നാം എന്തിനു സ്വലാത്ത് ചൊല്ലുന്നു? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വലിയ സ്ഥാനം അല്ലാഹു കൊടുക്കുമ്പോ അതിന്റെ ഗുണം നമുക്കും കൂടി കിട്ടണ്ടേ? അതിന്റെ ഗുണഭോക്താക്കളായി സർവ മുഅ്മിനീങ്ങളും ആവണ്ടേ? അതിന്റെ ഒരു ഉപകാരം നമുക്കും കൂടി കിട്ടാനാണ് നാം ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുന്നത്. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. 37 വർഷം മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും സ്വലാത്ത് ചൊല്ലിയ നാടല്ലേ, വലിയ ബറക്കത്തുള്ള നാടാണ്. സ്വലാത്ത് കൊണ്ട് പേരുകേട്ട നാടാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനെ കൊണ്ട് പേരുകേട്ട നാടാണ്. മുതഅല്ലിമീങ്ങൾ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്ന നാടാ. വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നാടാ. ബറക്കത്തുള്ള നാടാണ് ബൈത്തെടുക്ക. അല്ലാഹു ഈ നാടിന് ഇനിയും ബറക്കത്ത് നൽകട്ടെ. ഇവിടെ ഞാൻ മുമ്പ് സിയാറത്തിന് വന്നിരുന്നു. ഞാൻ സേവനം ചെയ്യുന്നത് ഉപ്പള, കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കടുത്ത അട്ടകോളി എന്ന് പറയുന്ന ഒരു മഹല്ലിലാണ്. അവിടുത്തെ സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി ഖുറാത്തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. എല്ലാവരും സിയാറത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ് ബൈത്തെടുക്ക. അറിയപ്പെട്ട, ഞാൻ ഇവിടെയാണ് വയല് ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോ ഒരാൾ വിളിച്ചു, എന്തോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഇവിടുന്ന് 10 കിലോമീറ്റർ തൊട്ടടുത്തെന്ന് പറഞ്ഞു. വേറെ ഒരു ഉസ്താദ് വിളിച്ചു, തൊട്ടടുത്തൊരു മാലിന്യമായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. ബൈത്തെടുക്ക എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഒരു അറിയപ്പെട്ട നാടാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവറുകളെ കൊണ്ട് അറിയപ്പെട്ടു. ഇവിടെയുള്ള സ്വലാത്തിന്റെ വാർഷികം കൊണ്ട് അറിയപ്പെട്ടു. ഉറൂസ് മുബാറക്ക് കൊണ്ട് അറിയപ്പെട്ടു. ഇവിടെ നടക്കുന്ന വലിയ ഇൽമിന്റെ ദർസിന്റെ കാര്യം കൊണ്ടും അറിയപ്പെട്ടു. അല്ലാഹു ഈ ബറക്കത്ത് നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു ഈ ബറക്കത്ത് കൊണ്ട് നമുക്ക് വിജയം നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വലാത്ത്, അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഉമ്മമാരെ. നമുക്കത് ഏറ്റവും വലിയ പിടിവള്ളിയാണ് ഉപ്പമാരെ. ഞാനിത് പറയുമ്പോ നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. പക്ഷെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ഉദ്ദേശം. ഒന്നാമത് പറയുന്നത് എന്നോടാണ്, പിന്നെയാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിഗണനയുള്ള മജ്ലിസായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്ത് നമ്മുടെ രക്ഷയാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം നോക്കിയാൽ, മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതം നോക്കിയാൽ, ഹബീബിനോട് ബന്ധപ്പെട്ട് ഹബീബുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ച് അവർ രക്ഷപ്പെട്ടു പോയവരാണ്. നമുക്ക് അങ്ങനെ പറയാനുള്ള മഹബ്ബത്ത് നമുക്കില്ല. അങ്ങനെ പറയാൻ പറ്റിയ അമലുകൾ നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണങ്ങളും ഇബാദത്തുകളും ആരാധനകളും കുറവല്ലേ. എന്തു പറഞ്ഞാണ് നമുക്ക് രക്ഷപ്പെടാൻ ഒരുങ്ങുക? അതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ, സ്വലാത്ത്. അതിന്റെ ഏറ്റവും വലിയ പിടിവള്ളി സ്വലാത്ത് മാത്രമാണ്. ഈ സ്വലാത്ത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. സ്വലാത്ത് അധികരിപ്പിച്ചാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്ത് നിൽക്കണ്ടേ, അവിടുത്തെ ശഫാഅത്ത് കിട്ടണ്ടേ.
അവിടുത്തെ ദുആയിൽ ഉൾപ്പെടണ്ടേ, അവിടുത്തെ കൂടെ വിജയികളായി സ്വർഗം നേടണ്ടേ. എന്തു അമലാണ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമുള്ളത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിദ്ദീഖുകൾ വരും ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഉമർ തങ്ങൾ വരും ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ബിലാൽ തങ്ങൾ വരും എന്റെ ജീവിതത്തിന്റെ സർവ്വതും സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഹംസത്തുൽ കറാർ തങ്ങൾ വരും എന്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് വേണ്ടി ദണ്ഡമാക്കിയ ഹംസയാണെന്ന് പറഞ്ഞുകൊണ്ട് റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ പറയാൻ അർഹതയുണ്ട്. അവർ ജീവിതം മാറ്റിവെച്ചത് ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ്. ഹംസത്തുൽ കറാർ തങ്ങൾ ഉഹുദിന്റെ രണഭൂമിയിൽ കിടന്നു പിടഞ്ഞു മരിച്ചത് ആ മണ്ണും അതുപോലെ ഉഹുദിന്റെ രണാങ്കളത്തിലുള്ള മണ്ണും പൊടിമണ്ണുകളും ആ മാംസവും രക്തവും കലർന്നത് ഹബീബായ തങ്ങൾക്ക് വേണ്ടിയല്ലേ? ബിലാൽ തങ്ങളെ നിലത്ത് കിടത്തിയിട്ട് വസ്ത്രമങ്ങ് ഊരി മാറ്റിയിട്ട് നെഞ്ചിന്റെ മേലെ ഭാരമുള്ള കല്ല് വെച്ചിട്ട് അത് വലിച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുപോകുമ്പോഴും ആ മാംസകഷ്ണം ഉരിഞ്ഞ് മണ്ണിനോട് ചേർന്ന് വെക്കുമ്പോഴും അവിടുന്ന് ഹബീബായ തങ്ങളെ മഹബ്ബത്തല്ലേ ജീവിതത്തിൽ കൊണ്ടു നടന്നത്. അവർക്ക് പറയാനേറെയുണ്ട്, നമുക്കെന്തുണ്ട് ആഖിറത്തിലെത്തി പറയാൻ. അവിടെയാണ് സ്വലാത്ത് വരുന്നത്, അവിടെയാണ് സ്വലാത്ത് വരുന്നത്. വെറുതെയല്ല, നിസ്സാരമല്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പിടിവള്ളിയാണ് സ്വലാത്ത്. നാളെ ആഖിറത്തിലെത്തുമ്പോ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് അതിനുശേഷം എത്ര ആശിഖീങ്ങൾ വന്നു, എത്ര മുഹിബ്ബീങ്ങൾ വന്നു. അവരൊക്കെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുമ്പോ അതേ ആധുനികതയുടെ യുഗത്തില് അതിപ്രസരത്തിൽ മുങ്ങിക്കുളിച്ച് തെറ്റിന്റെ വക്താക്കളായ നാം ആഖിറത്തിലെത്തുമ്പോ നമുക്കെങ്ങനെ അടുക്കാനാ? സ്വലാത്ത് മാത്രമാണ് പിടിവള്ളി. ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഖറബു മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നത്, ഞാനുമായി ബന്ധം സ്ഥാപിക്കുന്നത്, അക്സറുക്കും അലയ്യ സ്വലാത്താ, സ്വലാത്ത് അധികരിപ്പിച്ചവനാണ്. നിങ്ങളിൽ സ്വലാത്ത് അധികരിപ്പിച്ചവൻ ആരാണോ അവൻ ആഖിറത്തിൽ എന്നോട് അടുത്തു നിൽക്കുന്നവനാണെന്ന് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് പ്രതീക്ഷയല്ലേ, നമുക്ക് വലിയ ആശയല്ലേ ആ ഹദീസ്. അതുകൊണ്ട് ജീവിതത്തിൽ സ്വലാത്ത് പതിവാക്കണം, അത് കൊണ്ട് നടക്കണം. സ്വലാത്തില്ലാത്ത ജീവിതം, സ്വലാത്തില്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുമാത്രമാണ് നമ്മുടെ വലിയ പ്രതീക്ഷ. അഭയമില്ലാത്ത നമുക്ക് അഭയം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളില്ലാത്ത ഒരു രക്ഷയും നമുക്കില്ല. തങ്ങളുമായി ബന്ധപ്പെട്ടോ രക്ഷ തന്നെ. ഹബീബായ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ രക്ഷയാണ്. അത് എത്ര വലിയ പാപിയാണെങ്കിൽ പോലും രക്ഷ തന്നെയാണ്. നമുക്ക് വലിയൊരു പ്രതീക്ഷയുള്ള ഒരു സംഭവമുണ്ട്. സഹാബികളിൽ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് മഹാനരായ ഫളാല റളിയല്ലാഹു അൻഹു. ഫളാല തങ്ങളുടെ ഒരു സംഭവമുണ്ട്. എന്തിനാണെന്നറിയോ അത് പറയുന്നത്? നമ്മൾ ചെയ്യുന്നത് വല്ലാത്ത പാപിയാണെങ്കിലും, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തങ്ങളെ മുറുകെ പിടിച്ചാൽ അത് മതി ദുനിയാവും ആഖിറവും വിജയിക്കാൻ.
നന്നാകണമെന്നുണ്ട്. പക്ഷേ എന്റെ ഈ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ആലോചിക്കുമ്പോ ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? ആശ മുറിയേണ്ടതില്ല. ഏറ്റവും വലിയ പ്രതീക്ഷയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതേ, എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ രക്ഷ തന്നെ മുഅ്മിനേ. അതല്ലേ മക്കം ഫത്ഹിന്റെ രംഗമാണ്, മക്കം ഫത്ഹിന്റെ രംഗമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വലാത്ത് വരുമല്ലോ, ഏത് വയലിലും സ്വലാത്ത് വരുമല്ലോ. അപ്പൊ ഇങ്ങനെ സ്വലാത്ത് വരണം. വയലിൽ കഴിഞ്ഞ് തുടങ്ങിയിട്ട് കഴിയുമ്പോൾ കുറെ സ്വലാത്ത് അങ്ങനെ ബൈത്തെടുക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം. നല്ല റാഹത്തിൽ സ്വാഗത പ്രസംഗത്തിൽ ചൊല്ലിയല്ലോ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്, പരാജിതനാണെന്ന്. അല്ലാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഓരോ സംഭവത്തിലും സ്വലാത്ത് ഇങ്ങനെ പറയുമ്പോ നല്ല റാഹത്തില് ഉറക്കനെ സ്വലാത്ത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. ഹിജറ 8-ാം വർഷം മക്കം ഫത്ഹിന്റെ വേളയാണ്. വിശാലമായ സംഭവമാണ്. ചുരുക്കിയിട്ട് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അതിന്റെ കണ്ടന്റ് മാത്രം പറയട്ടെ. അങ്ങനെ മക്കയിലെത്തിയിട്ട് വിശ്വാസികൾ ഒരുമിച്ച് കൂടി. അവിശ്വാസികളായ ആളുകളൊക്കെ പേടിച്ചുകൊണ്ട് ഓടിപ്പോയ രംഗമാണ്. ആ സമയത്ത് ചില ആളുകൾ ഇങ്ങനെ കഅബം തവാഫ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണുമ്പോ അവിടെയുള്ളൊരു മനുഷ്യൻ ഫലാല ചിന്തിക്കുന്നത്, എങ്ങനെയെങ്കിലും അവസരം കിട്ടിയാൽ ഹബീബായ തങ്ങളെ കൊന്നുകളയണോ, തൊട്ടടുത്ത് അവസരം കിട്ടിയാൽ പെട്ടെന്ന് കയ്യിൽ പിടിച്ച ആയുധം കൊണ്ട് കൊന്നു കളയണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഫലാലതു ഇബ്നു ഉമൈറിൻ ലൈസി وهو يطوف بالبيت, കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. തങ്ങളും ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ഫലമ്മാ ദനാ മിൻഹു, ഹബീബായ തങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഫലാലയാണോ? അവസരം കിട്ടിയാൽ പെട്ടെന്ന് കൊന്നുകളയണം. തൊട്ടടുത്തെത്തിയാൽ കയ്യിലുള്ള ആയുധം കൊണ്ട് ഒറ്റ വെട്ടിന് കൊല്ലണം. കൊന്നത് ആരാണെന്ന് അറിയാൻ പാടില്ല. പെട്ടെന്ന് സ്ഥലവും വിടണം. കാത്തു നിൽക്കുന്നതല്ലേ മക്കയിലെ ചരിത്രം. അങ്ങനെയല്ലേ മദീനയിലേക്ക് ഹിജ്റ പോയത്. അവസരം കിട്ടാഞ്ഞിട്ടല്ലേ, അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ഫലാല തങ്ങൾ ഉദ്ദേശിച്ചത് കൊന്നുകളയാനാണ്. അങ്ങനെ ഫലമ്മാ ദനാ മിൻഹു, അടുത്തടുത്ത് വന്നപ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുന്നത്, ഫലാലയാണോ? നഅം ഫലാല യാ റസൂലല്ലാഹ്, അതെ ഫലാലയാണ്. തങ്ങൾ ചോദിക്കുന്നു, മാദാ കുൻത തുഹദ്ദിസു ബിഹി നഫ്സക, എന്താ ഫലാല നിന്റെ മനസ്സിലുള്ള? ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിച്ചു എന്ന ഭാവത്തില് വിശ്വസിച്ചവരെ പോലെ അഭിനയിച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്.
അപ്പോഴാണ് തങ്ങൾ ചോദിക്കുന്നത്, ഫലാല, നിന്റെ ഉദ്ദേശം എന്താണ്? വേറെന്തോ ഉദ്ദേശിച്ചിട്ട് വരുന്ന ആള് അത് പറയാതെ കളവ് പറഞ്ഞിട്ട് അടുത്തെത്തുമ്പോ എന്താ ഉദ്ദേശം ചോദിച്ചാൽ, പടച്ച റബ്ബേ, ഞാൻ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് അറിഞ്ഞോ? മനസ്സിലൊരു പേടി വരുമല്ലോ, ഒരു ചമ്മല്. ചിന്തിച്ചു പോയി ഫലാലതങ്ങള്. അപ്പൊ ഫലാലതങ്ങള് വിശ്വസിച്ചിട്ടില്ല. എന്റെ ഉദ്ദേശം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞോ? ഖാല ഫലാല, ഫലാല തങ്ങൾ പറയാണ്, ലാ ശൈ, ഒന്നുമില്ല നബിയേ, ഞാൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്. മനസ്സ് വായിച്ച മുത്തുനബി പറയാണ്, മനസ്സ് വായിച്ച മുത്തുനബി, ഫളഹിക്കൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ തങ്ങൾ ചിരിക്കുകയാണ്, മുത്തായ തങ്ങൾ ചിരിക്കുകയാണ്. ചിരിച്ചപ്പോ ഫലാല തങ്ങൾക്ക് മനസ്സിലായി, എന്റെ എല്ലാ കള്ളിയും അറിഞ്ഞല്ലോ. തങ്ങൾ പറഞ്ഞു, ഫലാല ഇസ്തഗ്ഫിരില്ലാഹ്, പടച്ച റബ്ബിനോട് തൗബ ചെയ്തോ ഫലാല. എന്താണ് എന്ന് ഫലാല തങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മനസ്സ് വായിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിനോട് തൗബ ചെയ്തോ. ഫലാല തങ്ങൾക്കെല്ലാം മനസ്സിലായി, എന്റെ ഉദ്ദേശം തങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഞാൻ പറയുന്നത് തങ്ങളുമായി ബന്ധപ്പെട്ടാൽ അതുപോലെ മനസ്സ് മാറ്റിയെടുക്കാൻ മറ്റൊരു മാർഗമില്ല. ചെറിയ നിമിഷം മതി, ഹബീബായ തങ്ങളെ നോട്ടം മതി, ആ സാന്നിധ്യം മതി, മനസ്സ് മാറാൻ, ആത്മീയമായി ഉയരാൻ. അറിയുമോ, ഫലാല തങ്ങളോട് ഹബീബായ തങ്ങൾ പറഞ്ഞത് പൊറുക്കലിനെ ചോദിക്കാനാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വളഅയദഹു അലാ സദ്രിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയെടുത്തുകൊണ്ട് ഫലാല തങ്ങളെ നെഞ്ചത്ത് കൈവെക്കുകയാ. ഭാഗ്യമല്ലേ മുഅ്മിനേ, ഖൽബ് നന്നാകാൻ വേറെയൊരു മരുന്ന് വേണോ? മുഴുവൻ ദുശ്ചിന്തകളും ദുഷ്മാർഗങ്ങളും എല്ലാ മോശപ്പെട്ട പ്രവർത്തനത്തിന്റെ ആലോചനകളും ഫലാല തങ്ങളെ ഖൽബിൽ നിന്ന് മാറിപ്പോവുകയാണ്. ആ കൈയെന്ന് നെഞ്ചത്ത് വെക്കുന്ന നേരം ആ ഖൽബൊന്ന് പ്രകാശിക്കുകയാ, ആത്മീയമായി ഉണരുകയാ. ഫലാല റളിയല്ലാഹു അൻഹു തർളിയത്ത് പറയേണ്ട പദവിയിലേക്ക് ആ ഒരൊറ്റ നിമിഷം മതി ഫലാല തങ്ങൾ മാറുകയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കൈ വെച്ചിട്ട് ആ കൈയെന്ന് നെഞ്ചത്ത് മാറ്റുന്നതിന് മുമ്പേ ഹത്താ സ്വാറ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഖൽഖില്ലാഹ്, ആ കൈ നെഞ്ച് വെച്ചതേ ഉള്ളൂ. അന്ന് വരെ വെറുപ്പുണ്ടായിരുന്നു മുത്തുനബിയോട്. ആ നിമിഷം വരെ തങ്ങളെ കൊല്ലാൻ തക്കം പാർത്തു നിന്നവളായിരുന്നു. ആ കൈയെന്ന് നെഞ്ചത്ത് വെച്ചതേ ഉള്ളൂ. അതുവരെ ആ സമയത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു മഹബ്ബത്ത് വരികയാണ്. സാധാരണ മഹബ്ബത്തല്ല, സാധാരണ മഹബ്ബത്തല്ല. നമ്മളിങ്ങനെ ഇഷ്കുണ്ട് മഹബ്ബത്തുണ്ട് എന്ന് പറയും. സത്യത്തിൽ നമുക്ക് മഹബ്ബത്തുണ്ടോ?
അള്ളാഹു നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് നൽകട്ടെ. ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങളെ സ്വലാത്ത് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നത്, പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നത്, സ്വലാത്ത് വാർഷികം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത്. അതിൽ ഈ സ്വലാത്ത് മജ്ലിസ് കൊണ്ടാണ് ഈ നാട്ടിൽ അള്ളാഹുവിന്റെ പ്രകാശമായ നൂറായ ഇൽമിന്റെ മജ്ലിസിലേക്ക് ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി സഹായവും ഈ സ്വലാത്ത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. ഇരട്ടി മധുരം എന്ന് പറഞ്ഞതുപോലെ സ്വലാത്ത് തന്നെ ബർക്കത്താണ് അല്ലേ? സ്വലാത്ത് മജ്ലിസിലും സ്വലാത്ത് വാർഷികത്തിലും മുഅ്മിനീങ്ങൾ നൽകുന്ന ഹദിയകളൊക്കെ പലപ്പോഴും മഹല്ലിൽ പലതിനു വേണ്ടിയും ചെലവഴിക്കുമ്പോൾ ഈ മഹല്ലിൽ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ പവറുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിന് വേണ്ടി. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരുന്നാൽ സ്വലാത്തിന്റെ കൂലിയുണ്ട്. മദീനയിൽ നിന്നൊരു തിരുനോട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തായ ഇൽമിന്റെ സഹായത്തിന്റെ ഏറ്റവും വലിയൊരു കൂലിയും കൂടിയുണ്ട്, സംശയമില്ല. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇത് വലിയ പവറാണ്. കാരണം ചെറിയ നന്മകളൊക്കെ നിസ്സാരമായി കാണേണ്ടതല്ല. നന്മകൾ ചെറുതായിരിക്കും, പക്ഷെ നിസ്സാരമായി കാണേണ്ടതല്ല. നന്മയിൽ നിന്ന് ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല. ഓരോ നന്മക്കും അതിൻ്റെതായ പവറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇരിക്കുന്നത്, നാം കേൾക്കുന്നത്, കാണുന്നത്, നാം പറയുന്നത് എല്ലാം ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് ആയതുകൊണ്ട് നന്മകൾ മാത്രമാണ്, എല്ലാം പുണ്യമാണ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം ഇപ്പോ മഗ്രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, രണ്ട് നിസ്കാരത്തിന് ശേഷവും നമ്മൾ സ്വലാത്ത് ചൊല്ലി അല്ലേ? ദിക്ർ ചൊല്ലി. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലില്ലേ? ചൊല്ലി. പിന്നെ 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്റും നാം ചൊല്ലി. സംഗതി ഒറ്റ 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ പവർ മനസ്സിലാക്കിയാൽ ചെറിയ കാര്യമല്ല, വലിയ പവറാണ്. പക്ഷെ നമുക്കതിന്റെ പവർ മനസ്സിലായിട്ടില്ല. നമുക്കത് സാവകാശത്തിൽ ചെല്ലാൻ സമയമില്ല അല്ലേ? നിസ്കാരം സലാം വിട്ടിയ ശേഷം ചിലപ്പോ അതില്ലേ ഇല്ല, ഉണ്ടെങ്കിൽ 140 സ്പീഡിൽ ഇങ്ങനെ പോകും അല്ലേ? സുബ്ഹാനല്ലാഹ് എന്നാണ് വേണ്ടത് അല്ലേ? സ്പീഡ് ചെല്ലും, പക്ഷെ സ്പീഡ് ചെല്ലണം. ഇല്ലെങ്കിൽ ജമാഅത്തിലെ നാളെ മുതൽ ഉസ്താദ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 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 എന്ന് ചെല്ലെങ്കിൽ നിങ്ങൾ ചെല്ലിക്കോളി ഉസ്താദ്, ഞങ്ങൾ പുറക്ക് പോകുന്ന അതിരി പോവില്ല. അങ്ങനെ സാവകാശം ചെല്ലി മണിക്കൂറുകൾ ഇരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ സ്പീഡ് കൂട്ടിയിട്ട് സാധാരണക്കാർക്ക് പൊതുവെ സംഭവിക്കുന്ന സംഗതിയാണ്. സ്പീഡ് കൂട്ടിയിട്ട് ചെല്ലിയതും ഇല്ലാതായിട്ട് പോകും. അപ്പൊ ആണെന്തറിയോ, ചെല്ലിയത് കൂലിയല്ല, കുറ്റാണ് കിട്ടുന്നത്. റുബ്ബ ഖാരിഇൻ യഖ്റഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനുഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതിയിട്ട് കുറ്റം വാങ്ങുന്ന കുറെ ആളുകളുണ്ട്. ഖുർആൻ അവരെ ശപിക്കുകയാണ്. കാരണം ഓന്റെ വിചാരം ഞാൻ ഫുൾ ഓതുന്നതാണ്. ഫുൾ തെറ്റാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അത് സ്പീഡായിട്ട് എന്തായിട്ട് പറയും? സുബ്ഹാനല്ലാഹ് എന്നായിട്ട് പറയും. സുബ്ഹാന ഹാ പോയി സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 എന്തില്ല അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയ ദിക്ർ ലാസ്റ്റ് എത്തുന്നത് എന്തുമില്ല, ഓൻ എന്തുമില്ലാതായിട്ട് പോയി. അത്ര വലിയ പവറുള്ള ദിക്റുകളാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. നന്മയിൽ നിന്ന് എത്ര ചെറിയ കാര്യമായി തോന്നിയാലും നിസാരമാക്കരുതേ. അറിയുമോ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ ഈ ദിക്ർ ചൊല്ലിയിട്ട് 100 പൂർത്തിയാക്കുന്ന ദിക്റും ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്കറിയാലോ. ഗുഫിറത് ഖതായാ
ഉമ്മമാരെ നമുക്കിത് അറിയുന്നതാണ്, ഉപ്പമാരെ നാം ഇത് മുമ്പ് കേട്ടതാണ്. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇനി മരണം വരെ, നിസ്കാരം നിലനിർത്തുന്നത് വരെ മറക്കാതെ കൊണ്ടു നടക്കേണ്ട ഒരു അമലാണ്. നിസ്സാരമായി തോന്നരുത്. ചെറിയ സമയം മതി ഇത് പൂർത്തിയാക്കാൻ, കിട്ടുന്ന പ്രതിഫലം വലുതാണ്. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 ഒരു 2-2.5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. തിരക്കുണ്ടെങ്കിലും, എത്ര വലിയ തിരക്കുണ്ടെങ്കിലും, യാത്രയിലാണെങ്കിലും ചെല്ലാൻ മടി വേണ്ട. പ്രയാസമില്ല, യാത്രയിൽ ചൊല്ലാലോ. നല്ല തിരക്കുള്ള സമയമാണ്. പരയിൽ 200 വരുന്നുണ്ട്. അപ്പൊ ഉമ്മാക്ക് പെങ്ങക്ക് പണി ഭയങ്കര കുറെ പണി ഉണ്ടാവും. ആയിക്കോട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കോ. ഈ ദിക്റ് ഇരുത്തത്തിൽ തന്നെ ചെല്ലലാണ് അതിന്റെ മഹത്വം. സമയമില്ല എങ്കിൽ പണിയെടുക്കുമ്പോഴും ചെല്ലാലോ, 100 പൂർത്തിയാക്കാലോ. മഹത്വം കേൾക്കണോ? നിസ്കാര ശേഷം ഈ 100 ദിക്റ് നീ അങ്ങ് ചെല്ലിയാൽ നിന്റെ ദോഷം പൊറുപ്പിക്കുന്നു. ഏതുവരെ എന്നറിയുമോ? കടലിന്റെ തിരമാലകളുടെ നുരയേക്കാളും വലിയ തെറ്റുണ്ടെങ്കിലും നിന്റെ ജീവിതത്തില് പാരാപാരം പോലെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ കടലില്ലേ, ആ കടലിന്റെ തിരമാല എത്രയാണ്? ആ കടലിന്റെ തിരമാലയുടെ നുരകൾ എത്രയാണ്? ആ നുരകളെക്കാളും വലിയ പാപമുണ്ടെങ്കിലും, തെറ്റുണ്ടെങ്കിലും, കുറ്റമുണ്ടെങ്കിലും, ദോഷം ചെയ്ത പാപിയാണെങ്കിലും നിന്റെ ഈ 100 ദിക്റ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറയുന്നത് മദീനയുടെ മുത്തായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പതിവാക്കാൻ നമുക്ക് ശ്രമിക്കാമല്ലോ അല്ലേ? സദസ്സ് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എല്ലാവരും ചെല്ലുന്നവർ തന്നെ, ഞങ്ങൾ എല്ലാവരും ചെല്ലുന്നവർ തന്നെ. നിങ്ങൾ പുതിയതൊന്നും ചെല്ലണ്ട. അതെ, ചെല്ലുന്നവർ തന്നെയാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെടുമെന്നാണ്. നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ വിശാലമായ കടലിന്റെ തിരമാലകളെക്കാളും, എത്ര തിരമാല ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എണ്ണിയാൽ തീരാത്ത തിരമാലകളെക്കാളും അതിന്റെ നുരകളെക്കാളും തെറ്റുണ്ടെങ്കിലും ശരി അല്ലാഹു പൊറുക്കുമെന്നാണ് ഹദീസ്. ജീവിതത്തിൽ മറക്കാതെ കൊണ്ടു നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ കാര്യത്തെ പോലും നിസ്സാരമാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, തങ്ങളുമായി ബന്ധപ്പെട്ടാ മതി, തങ്ങളുമായി ബന്ധം സ്ഥാപിച്ചാ മതി, രക്ഷ തന്നെ. ഫളാല തങ്ങള് ഹബീബായ തങ്ങളെ കൊന്നുകളയണമെന്ന ഉദ്ദേശത്തോടു കൂടെ വന്നതാണ്. പക്ഷേ ആ ശറഫാക്കപ്പെട്ട കൈയൊന്ന് നെഞ്ചത്ത് വെച്ചതേ ഉള്ളൂ. ഫളാല അടിമുടി മാറ്റം സംഭവിക്കുകയാ. അന്ന് വരെ ഏറ്റവും വെറുപ്പായിരുന്നു ആ നേതാവിനോട്. ആ സെക്കൻഡ് മുതൽ അഹബ്ബ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറിപ്പോയല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അറിയുമോ, ആ ഫളാല തങ്ങൾ അവിടെ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് فرجع فضالا فمر بامرأة كان يتحدثه إليها. എപ്പോഴും സംസാരിക്കുന്ന, സൊറ പറയുന്ന, എപ്പോഴും സംസാരിച്ച് രസം കണ്ടെത്തുന്ന ഒരു പെണ്ണുണ്ട്. പെണ്ണിനോട് സംസാരിക്കുന്നത് പതിവുണ്ടായിരുന്നു. വിശുദ്ധ മതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അന്നും വിളിച്ചു ആ പെണ്ണ്, ഫളാല ഒന്നിങ്ങോട്ട് വരൂ, ഫളാല ഒരൽപ്പം ഇരുന്ന് സംസാരിച്ച് രസിക്കാലോ. ഫളാല തങ്ങൾ വിളിച്ചപ്പോ ലാ ഇല്ലാ
ഈ സെക്കൻഡിൽ ഇതാ ഫളാലതങ്ങൾ മാറുകയാണ്. തൊട്ട് മുമ്പുള്ള നിമിഷം വിളിച്ചിരുന്നെങ്കിൽ പോയിരുന്ന പെണ്ണ്, ഇന്നലെ വരെ പെണ്ണിനടുത്തിരുന്ന് രസിച്ചിരുന്ന ഫളാല ഇന്ന് വിളിക്കുമ്പോ പോകുന്നില്ല. അടിമുടി മാറ്റമാ. ഒരു ചെറിയ സമയം ഹബീബായ തങ്ങൾ ആ കൈയൊന്ന് നെഞ്ചത്ത് വെച്ചപ്പോ, ഹബീബായ തങ്ങളെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ടപ്പോ ഫളാലതങ്ങൾ മാറിപ്പോയല്ലോ. നമുക്ക് തങ്ങളെ കൈകൊള്ളാനുള്ള ഭാഗ്യമില്ല. ആ കാലത്ത് നാം ജീവിച്ചിട്ടില്ല, തങ്ങളെ മുഖം നാം കണ്ടിട്ടില്ല. അതിന് ആ കാലത്ത് ജീവിക്കുന്നവരിൽ നാം പെട്ടില്ല. ഒന്നുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൊണ്ട് നമുക്ക് അഭിമാനിക്കാം, തങ്ങളെ കാലത്ത് ജീവിച്ചില്ല, തൊട്ടടുത്ത കാലത്തും ജീവിച്ചില്ല. ഖൈറുൽ ഖുറൂനി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതിനെ തൊട്ടടുത്തും ജീവിച്ചില്ല. ഇമാമിങ്ങളെ കാലത്തും ജീവിച്ചില്ല. ആധുനിക യുഗത്തിൽ ഇതാ തെറ്റുകൊണ്ട് തെറ്റിന്റെ അതിപ്രസരത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ട് നാലു ഭാഗവും ഹറാമുകൾ പടർന്നു പിടിക്കുന്ന കാലം, ഏത് രൂപത്തിലും ശൈത്താനിന്റെ വല വീശുന്ന കാലം. ഈ കാലത്ത് ആധുനിക യുഗത്തിലെ ചണ്ടിച്ചവറുകളാണ് നാം. നമുക്ക് പിടിക്കാലോ മദീനയെ, തങ്ങളില്ലെങ്കിലും തങ്ങളെ വിളിക്കാലോ, കേൾക്കുമല്ലോ മദീനയിൽ നിന്ന്. തങ്ങളില്ലെങ്കിലും തങ്ങളെ സ്വലാത്ത് വിളിക്കാലോ, സ്വലാത്ത് മുറുകെ പിടിക്കാലോ, എത്തുമല്ലോ മദീനയിലേക്ക്. അത് നമുക്ക് പ്രതീക്ഷയല്ലേ. ഫളാലതങ്ങൾ മാറിയെങ്കിൽ നമുക്ക് മാറാനുള്ള പിടിവെള്ളയാണ് സ്വലാത്ത്. തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തുണ്ടോ എല്ലാത്തിനും ബറക്കത്താണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് മജ്ലിസിന് ബറക്കത്ത്, തങ്ങളെ മജ്ലിസായതുകൊണ്ട് ഈ നാടിന് ബറക്കത്ത്, തങ്ങളുമായിട്ടുള്ള സ്വലാത്ത് ഏറ്റുപിടിച്ചതുകൊണ്ട്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാം. സ്വഹാബികളിൽ ദീർഘായുസ് കിട്ടിയ സ്വഹാബികളുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങൾ 200 കൊല്ലാണ് ജീവിച്ചു, 200 വയസ്സാണ്. മഹാനരായ അനസ് ഇബ്നു മാലിക് തങ്ങൾ 150 വയസ്സ് വരെ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും 150 വയസ്സ് വരെ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് വലിയ ബറക്കത്താണ്. എന്തുകൊണ്ട് ആ ബറക്കത്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറാണ്. 10 വയസ്സുള്ളപ്പോ മഹാനരായ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തങ്ങളടുത്തേക്ക് കൊണ്ടുവന്നു, തങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി. അപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് തങ്ങളെ കയ്യിൽ തലവെച്ചു. എന്ത് ഭാഗ്യല്ലേ! അനസ് തങ്ങളെ കയ്യിൽ തലവെച്ചു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി എന്ന് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആരാ ദുആർക്കുന്നത്? ലോകത്തിന്റെ നേതാവ്. 150ാമത്തെ വയസ്സിലും ആ തലമുടിയിൽ നിന്നൊരു തലമുടി പോലും നരബാധിച്ചില്ല, കൊഴിഞ്ഞു പോയില്ല. സമ്പന്നമായ സൗന്ദര്യ പ്രതീകമായ തലമുടിയാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക്. 150ാമത്തെ വയസ്സിലും അങ്ങനെയാണ്. കാരണമെന്തേ? തങ്ങൾ തൊട്ടതാണ്. അല്ലാഹുമ്മ ബാരിക് ലഹു, അല്ലാഹുവേ അനസ് തങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ, മാലിലും ഔലാദിലും, സമ്പത്തിലും മക്കളിലും. 150ാമത്തെ വയസ്സിൽ അനസ് തങ്ങൾക്ക് 100-ലധികം മക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും മദീനയിൽ ഈന്തപ്പന തോട്ടമുള്ള ആളുകളൊക്കെ ഈത്തപ്പഴത്തിന്റെ തോട്ടം കൊല്ലത്തിൽ ഒരിക്കലാണ് വിളവെടുക്കുക, അല്ലെ? നമ്മുടെ നാട്ടിൽ അടക്ക 3 കുരി വലിക്കുന്നില്ല, ഏറ്റവും ചുരുങ്ങിയത് ഇല്ലേ? ഉണ്ട്. തേങ്ങന്റെ കണക്ക് ഇങ്ങനെ 3-4 മാസമല്ലേ? ചിലത് വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതിന്റെ സീസണിൽ മാത്രം വരും. അങ്ങനെയാണ് ഈത്തപ്പഴം. വർഷത്തിൽ ഒരിക്കലാണ് എല്ലാവരുടെയും തോട്ടത്തില് ഈത്തപ്പഴം ഉണ്ടാവുക, അത് പറിക്കാൻ അവസരം ഉണ്ടാവുക. മദീനയിലെ അനസ് തങ്ങൾക്കൊരു തോട്ടമുണ്ട്.
വർഷത്തിൽ ഒരു തവണയല്ല, 2 തവണയാണ് അതിൽ ഈത്തപ്പഴം കഴിക്കുന്നത്, അതിൽ പറിക്കാൻ അവസരം കിട്ടുന്നത്. കാരണമെന്തേ? ഹബീബായ തങ്ങളെ ദുആയാണ്. തങ്ങളുമായി ബന്ധപ്പെട്ടത് എന്തുണ്ടോ അതെല്ലാം വലിയ ബറക്കത്ത് തന്നെ. അത് തിരിച്ചറിഞ്ഞവരാണ് സ്വഹാബികൾ. അതുകൊണ്ടല്ലേ സ്വഹാബികളിൽ പ്രധാനിയായ മഹാനരായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു, മഹാനരായ അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു നീണ്ട മുടിയുള്ള ആളാണ്. നമ്മളെ കിടാക്കളോട് മുടിയെടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ കിടാക്കൾക്ക് ഇഷ്ടപ്പെടില്ല. ഇന്നത്തെ സാഹചര്യത്തില് അല്ലേ, അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു നീണ്ട മുടി എന്നില്ലെങ്കിൽ തൊപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുറ്റി വെക്കും. ആ തൊപ്പി എങ്ങാനും മെല്ലെ ഇങ്ങനെ എടുത്താല് നീണ്ട മുടി ഇങ്ങനെ കാണും. പറ്റുമോ അത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന മുടിയുടെ രൂപം വ്യക്തമായും ശരിയായും എല്ലാ ഭാഗത്തും ഒരുപോലെ എടുക്കാനാണ്. ഒരു ഭാഗത്ത് കുറവ്, ഒരു ഭാഗത്ത് കൂടുതൽ ഖസായി പാടില്ലെന്നാണ്. ആ മസലയിലേക്ക് പോകുന്നില്ല. അബൂ മഹ്ദൂറ തങ്ങൾ എന്തുകൊണ്ട് മുടിയെടുത്തില്ല? എപ്പോഴും പള്ളിക്ക് വരുന്ന ആള് സഹാബികൾ പറഞ്ഞേ, അബൂ മഹ്ദൂറ തങ്ങളെ ആ മുടി എടുത്തൂടെ? അങ്ങനെ അതിന്റെ ഉള്ളിൽ ഒപ്പിച്ചിങ്ങനെ വെക്കുന്നുണ്ട്. തൊപ്പിയെടുത്താൽ ഇരുന്നിട്ടുള്ള ആള് തൊപ്പിയെടുത്താൽ നീണ്ട് നിലത്ത് മുട്ടുന്ന രൂപത്തിൽ നീണ്ടു കിടക്കുന്ന മുടിയാണ് അബൂ മഹ്ദൂറ. അപ്പോ പലരും പറഞ്ഞു എടുക്കാൻ തയ്യാറാകുന്നില്ല. സ്വഹാബികൾ ചോദിച്ചു, അബൂ മഹ്ദൂറ തങ്ങളെ നന്മയുടെ വക്താവാണ്, എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാകുന്ന വ്യക്തിത്വമാണ്, എന്നിട്ടും എന്തേ ഈ മുടിയിൽ ഒരു പിടിവാശി കാണുന്നത് അറിയുമോ? അബൂ മഹ്ദൂറ തങ്ങൾ പറയാണ്, മക്കളെ, കൂട്ടുകാരെ, എന്റെ മുടി ഞാൻ വെട്ടൂല, അതിനെ നശിപ്പിക്കൂല. വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, എന്റെ മുടിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. എന്റെ തലയിൽ ഹബീബായ തങ്ങൾ കൈവച്ചിട്ടുണ്ട്. തങ്ങളെ ശറഫാക്കപ്പെട്ട കൈ സ്പർശിച്ച എന്റെ മുടി കളയാൻ, നശിപ്പിക്കാൻ അബൂ മഹ്ദൂറക്ക് മനസ്സില്ല റളിയല്ലാഹു അൻഹു. തങ്ങളുമായിട്ട് ഏതൊക്കെ രൂപത്തിൽ ബന്ധമുണ്ടെങ്കിലും അത് വിജയം തന്നെ. ബൈത്തെടുക്കയിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബൈത്തെടുക്ക നാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, തങ്ങളുമായിട്ടുള്ള ബന്ധത്തിനുള്ള ഒരു പിടിവള്ളിയാണ് ഈ നാട്ടിൽ നടക്കുന്ന സ്വലാത്ത്. ആ സ്വലാത്തിന്റെ മഹത്വം നാം തിരിച്ചറിയണം. ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടവും നാം ഉപയോഗപ്പെടുത്തണം. ചെറുതല്ല. എപ്പോഴും ചൊല്ലാൻ പറ്റിയതല്ലേ സ്വലാത്ത്? എപ്പോഴും ചൊല്ലാൻ പറ്റിയതല്ലേ സ്വലാത്ത്? കുറഞ്ഞു പോകാൻ പാടില്ല. സ്വലാത്ത് പതിവാക്കണം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഡൽഹിയിൽ മറപെട്ട് കിടക്കുന്ന ശൈഖ് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന മഹാൻ ശൈഖ് നിസാമുദ്ദീൻ അവരുകള് അവരെ പേരിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടല്ലോ, വലിയ കീർത്തി കേട്ടവരാണ്. ആ മഹാനരായ ശൈഖ് നിസാമുദ്ദീൻ രാത്രി കിടന്നുറങ്ങുമ്പോ 3000 സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാറില്ല. 3000 സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാറില്ല. മഹാനവറുകളെ കല്യാണത്തിന്റെ ദിവസവും തിരക്കിൽ 3000 പൂർത്തിയാക്കാതെ ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട്, എണ്ണം പൂർത്തിയായില്ലല്ലോ മോനെ,
ഹബീബായ തങ്ങൾ വന്ന് സ്വപ്നത്തിൽ പറയുമ്പോഴേക്ക് ഞെട്ടി ഉണർന്നല്ലോ, എണ്ണം പൂർത്തിയാക്കിയല്ലോ, അവസാനം വരെ ജീവിതാവസാനം വരെ അത് കൊണ്ട് നടന്നല്ലോ. സ്വലാത്ത് മുറുകെ പിടിച്ചവരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആർക്കാ പ്രയാസമുള്ളത്? എത്ര സ്വലാത്ത് ചൊല്ലണോ? സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ചൊല്ലണം എന്നല്ല, അധികരിപ്പിക്കണം. അധികരിപ്പിക്കണം എന്നല്ലെങ്കിൽ എത്ര? അതിലേറ്റവും ചുരുങ്ങിയത് 300 എന്ന് മഹാന്മാർ പറയുന്നു. അധികരിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ അതിലേറ്റവും ചുരുങ്ങിയത് 300. ഓരോ വഖത്തിൽ കഴിയുമെങ്കിൽ 100 ചൊല്ലാം, അല്ലെങ്കിൽ ഒരു 50 ചൊല്ലാം, അതുമല്ലെങ്കിൽ ഒരു 33 ചൊല്ലാം, അതുമല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ 1 മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? ളുഹറിന് ശേഷം ഒരു 11 സ്വലാത്ത്, അസ്റിന് ശേഷം ഒരു 11 സ്വലാത്ത്, 5 വഖത്തിലും 11 11 11 11 വീതം സ്വലാത്ത്, കിടന്നുറങ്ങുമ്പോഴും സ്വലാത്ത്, എണീക്കുമ്പോഴും സ്വലാത്ത്. ഒരു ദിവസത്തിൽ ഒരു 100എങ്കിലും പൂർത്തിയാകാതെ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. പ്രതിജ്ഞയെടുക്കണം. ഹബീബായ തങ്ങളുമായിട്ട് ബന്ധം കിട്ടാൻ അതൊരു പിടിവള്ളിയാണ്. 100 അല്ല, ഒരൊറ്റ സ്വലാത്തിന്റെ പവർ പറയട്ടെ. 100 വേണ്ട, ഒറ്റ ഒന്ന്. ഒരു സ്വലാത്തിന്റെ പവർ അറിഞ്ഞ പിന്നെ 100 സ്വലാത്ത് എന്തായാലും ചൊല്ലുമല്ലോ. ഒറ്റ ഒരു സ്വലാത്തിന്റെ പവർ. സുബ്ഹാനല്ലാഹ്. ഈ സ്വലാത്ത് പറയുമ്പോ, ഇതിന്റെ മഹത്വം പറയുമ്പോ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ബിദ്അകളായ പുത്തൻവാദികളായ ആളുകൾ ഇത്തരം പരിപാടികൾക്ക് എതിരാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റും സാഹചര്യവും പറയുന്നത്. അല്ലാഹു വിദൂരത്താക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തിന്റെ മഹത്വം, ഒറ്റ സ്വലാത്തിന്റെ മഹത്വം പറയട്ടെ. അത് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാവും. പതിവാക്കാൻ ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനരായ 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ജീവിക്കുന്നതിന്റെയും 100 വർഷം മുമ്പ്, ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച, അതായത് 9ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് ബറകാത്ത് ഇബ്നു അഹ്മദ് അൽ അറൂസി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. മഹാനവറുകൾ ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഞാൻ ഇത് പറയുന്നത് ഒറ്റ സ്വലാത്തിന്റെ മഹത്വമാണ്. ഒറ്റ സ്വലാത്തിന്റെ മഹത്വം. മഹാനരായ ബറകാത്ത് ഇബ്നു അഹ്മദ് അൽ അറൂസി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരുപാട് കിതാബുകൾ രചിച്ചു. ഫിഖ്ഹിലും തസവ്വുഫിലും എല്ലാ മേഖലയിലും, ഹദീസിലും. അവസാനം സ്വലാത്തിന് വേണ്ടി എനിക്ക് ഒരു കിതാബ് രചിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മഹത്വം പറയുന്ന ഒരു കിതാബ്, 40 ഹദീസുകൾ വിവരിക്കുന്ന, സ്വലാത്തിന്റെ മഹത്വം മാത്രം പറയുന്ന, സഹീഹായ തെരഞ്ഞെടുത്ത ഹദീസുകൾ രേഖപ്പെടുത്തിയ വസീലത്തുൽ മുതവസ്സിലീൻ മഹാനരായ ബറകാത്ത് ഇബ്നു അഹ്മദ് അൽ അറൂസി എന്ന പണ്ഡിതൻ പറയാണ് ഒറ്റ സ്വലാത്തിന്റെ ഒരു പവർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇരിക്കുകയാണ്. മുന്നിൽ സ്വഹാബികളുണ്ട്, വിഷയങ്ങൾ സംസാരിക്കുകയാണ്, ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പള്ളിയുടെ പുറത്ത്, അകത്ത് ഹബീബായ തങ്ങളുണ്ട്, പള്ളിയുടെ പുറത്ത് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് സന്തോഷത്തോടെ. നമ്മള് ഒരു പുതിയ വണ്ടി വാങ്ങിയാൽ, ഒരു പുതിയ വണ്ടി വാങ്ങിയാൽ ബറക്കത്തിന് വേണ്ടി തങ്ങന്മാരടുത്ത്, ഉസ്താദുമാരടുത്ത്, ആലിമീങ്ങളടുത്ത് നമ്മൾ പോകും. വണ്ടി വാങ്ങിയിട്ടുണ്ട് അല്ലെ, വണ്ടീനെ മന്ത്രിക്കാൻ കഴിയില്ല, ചാബി മന്ത്രിക്കും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആ വണ്ടിയിൽ കയറ്റിയിരുത്തും. അതൊരു പതിവാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്.
ഞാൻ എൻ്റെ വണ്ടി വാങ്ങിയപ്പോ ഷോറൂമിൽ നിന്ന് വരുന്ന വഴിയിൽ താജുശ്ശേരിയ ഷെയ്ഖുനയുടെ ഹദ്റത്തിലേക്ക് ഞാൻ പോയിരുന്നു. ഒരു വൈകുന്നേരം ഉസ്താദ് വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഔറാദുകൾ ചെല്ലുന്ന സമയം പോയി മന്ത്രിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അതൊരു പതിവാണ്. ഒരു മനുഷ്യൻ ഒരു പുതിയ കുതിര വാങ്ങി. അന്ന് പിന്നെ അങ്ങനല്ലേ, താൾട്ടവും ബെൻസും അല്ലല്ലോ. കുതിര പുതിയത് വാങ്ങി, നല്ല വില കൊടുത്ത് നല്ല മുന്തിയ തരം ഒരു കുതിര പുതിയത് വാങ്ങിയപ്പോ സന്തോഷത്തിൽ പറയല്ലോ മുത്തായ തങ്ങളോട്, വാങ്ങിയ പുതിയ കുതിരയാണ്, നല്ല വില കൊടുത്തു വാങ്ങിയതാണ്, മുന്തിയ ഇനം കുതിരയാണ്, സന്തോഷം പറയാൻ വന്നതാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് വന്നതാണ്. ഞാൻ പറയുന്നത് ഒരൊറ്റ സ്വലാത്തിന്റെ മഹത്വമാണ്. അയാളെങ്ങനെ മദീന പള്ളി ലക്ഷ്യം വെച്ച് നടന്നു വരുന്നു. ഹബീബായ തങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അയാൾ വാങ്ങിയ പുതിയ കുതിരയും പുറത്തു നിർത്തി അതിന്റെ പുറത്തു നിന്ന് താഴോട്ടിറങ്ങിയിട്ട് നടന്ന് പള്ളിയിലേക്ക് വരുമ്പോ ആരോ ഒരാൾ വിളിച്ചു പറയാണ്, അറിയുമോ എന്റെ ഒരു കുതിര കളവ് പോയിട്ടുണ്ട്, അതിന്റെ നിറമിന്നതാണ്, അതിന്റെ ഹൈറ്റ് ഇത്രയാണ്, അതിന്റെ കോലം ഇങ്ങനെയാണ്, അതിന്റെ രൂപഭാവങ്ങൾ ഇങ്ങനെ രൂപമാണ് എന്നെ കൃത്യമായി ഒരാൾ വിവരിക്കുന്നു. ആളുകൾ നോക്കുമ്പോ കളവ് പോയി എന്ന് പറയുന്ന ഒരു കുതിരയുടെ വിശേഷണം പറഞ്ഞല്ലോ, അതേ വിശേഷണമുള്ള കുതിരയാണ് ഇത്, അതേ നിറമുള്ള കുതിരയാണ് ഇത്, ലക്ഷണങ്ങളൊക്കെ ഒത്തതാ. ഒറ്റ നിമിഷം കൊണ്ട് കുതിര വാങ്ങി വന്ന ആള് കള്ളനായി മാറി. അയാൾ വല്ലാതെ നാണക്കേടായി. അയാൾക്ക് വല്ലാതെ നാണക്കേടായി. വലിയ സന്തോഷത്തില് ഈ കുതിര വാങ്ങിയപ്പോ ബറക്കത്തിന് വേണ്ടി മുത്തായ തങ്ങളടുത്തേക്ക് വന്നതാണ്. പക്ഷേ ഇപ്പൊ എന്തായി? ഒരു കുതിര കട്ട കള്ളനായി. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഒരു വിചാരണ നടക്കുകയാണ്. സ്വഹാബികളുണ്ട്, ഹബീബായ തങ്ങളുണ്ട്, ഒരു വിചാരണ അവിടെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് കുതിര നിർത്തിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് വിചാരണക്ക് വേണ്ടി ഈ മനുഷ്യനെയും നിർത്തിയിട്ടുണ്ട്. നാണക്കേടായി, വല്ലാതെ ബേജാറായി, മുഖന്തായി കരയുകയാണ് ഈ മനുഷ്യന്. ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ആളുകൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. എന്റെ കളവ് പോയ കുതിരയാണിത്, അതേ നിറമാണ്, അതേ ഹൈറ്റാണ്, അതേ കോലമാണ്, ഇയാള് കട്ടതാ നബിയേ, വിചാരണ ചെയ്യണേ നബിയേ. ഇയാളെ വിഷമം എത്രയായിരിക്കും? നമ്മള് സന്തോഷത്തോടുകൂടി ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ കുറ്റം ചുമത്തിയാൽ അവിടുന്ന് രക്ഷപ്പെടാനും കഴിയില്ല, ഓടാനും കഴിയില്ല. ആളുകളൊക്കെ പരിചയമുള്ള വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, കുടുംബക്കാരൊക്കെ ഉണ്ട്. അവരെ മുന്നിലല്ലേ കള്ളനാകുന്നത്. ഹബീബായ തങ്ങൾ ഇങ്ങനെ നോക്കി, വിചാരണക്ക് വേണ്ടി ഇങ്ങനെ നോക്കുമ്പോ അയാള് നാണം കൊണ്ട് ഒരു മതിലിലേക്ക്, പള്ളിയുടെ മതിലിലേക്ക് ചാരി നിന്നുകൊണ്ട് നാണം കൊണ്ട് തല താഴ്ത്തിയിട്ടുണ്ട്. അയാളെ വിരല് കൊണ്ട് ഇങ്ങനെ വരക്കുന്നുണ്ട്. നാണം ഉണ്ടാകുമ്പോ നമുക്ക് എന്തെല്ലോ വരുമല്ലോ, അതേപോലെ അയാൾ ഇങ്ങനെ കയ്യിലിങ്ങനെ മതിലിങ്ങനെ വരച്ചുകൊണ്ടുണ്ട്. നാണം കൊണ്ട് തല താഴ്ത്തിയിട്ടുണ്ട്. തങ്ങൾ ശ്രദ്ധിച്ചു ഒന്നുകൂടെ, അയാളെ ചുണ്ട് ചലിക്കുന്നല്ലോ, അയാളെന്തോ ചൊല്ലുന്നുണ്ടല്ലോ. തങ്ങളിങ്ങനെ ചലിക്കുന്ന ചുണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കുതിര സംസാരിക്കുന്നത്. മിണ്ടാപ്രാണിയായ കുതിര സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളോടാണ് സംസാരിക്കുന്നത്. മുത്തായ തങ്ങളോടൊരു കുതിര സംസാരിക്കുന്നത് അത്ഭുതമല്ല. അതിനു മുമ്പ് പല ജീവികളും സംസാരിച്ചിട്ടുണ്ട്. ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്, അതേ ഉടുമ്പ് സംസാരിച്ചിട്ടുണ്ട്, മാന് സംസാരിച്ചിട്ടുണ്ട്,
സംസാരിച്ചിട്ടുണ്ട്. കല്ലുകൾ വരെ സലാം പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തായ തങ്ങൾക്ക് വേണ്ടി. ഇവിടെ അതാ ഒരു കുതിര സംസാരിക്കുകയാണ്. അസ്സലാമു അലൈക യാ ബദ്റത്തമാം, അസ്സലാമു അലൈക യാ ഖൈറൽ ലനാം, അസ്സലാമു അലൈക സയ്യിദൽ അഅറാബി വൽ അജാം. ഏറ്റവും നല്ല അഭിവാദ്യമായ സലാം കുതിരയിൽ നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് കുതിര പറയുന്നതോ യാ റസൂലല്ലാഹ് ലം യസ്രിഖ്നി യാ ഹബീബല്ലാഹ് ലം യസ്രിഖ്നി. അയാളെന്നെ കട്ടിട്ടില്ല നബിയേ, അയാളെന്നെ കട്ട് കൊണ്ടുവന്നതല്ല നബിയേ. വലാകിൻ ഇബ്തഅനി മിനല്ലദീ സറഖനി, ഇബ്തഅനി മിനല്ലദീ സറഖനി. അയാളെന്നെ കട്ടിട്ടില്ല നബിയെ, എന്നെ ഒരാൾ കട്ടിട്ടുണ്ട്. എന്നെ കട്ട ഒരുത്തനിൽ നിന്ന് ഇയാൾ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇയാൾക്കറിയില്ല ഞാനൊരു കട്ട മുതലാണെന്ന്. ഇയാൾ നിരപരാധിയാ. കുതിര സംസാരിക്കുകയാണ്. കുതിര സംസാരിക്കുക, ഇയാൾ നിരപരാധിയാണെന്ന്. കൂടി നിന്ന ആളുകൾക്ക് അത്ഭുതമായി. അതേ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി പൊട്ടിക്കരയുന്ന ഈ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരിയുടെ ലാഞ്ചനയുടെ അടയാളങ്ങൾ വരാൻ തുടങ്ങി. സന്തോഷിച്ചു. അതേ നിരപരാധിത്വം തെളിഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു ഈ മനുഷ്യനോട്, അതേ നേരത്തെ നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മതിലിലേക്ക് ചാരിയിട്ട് നീ നാണം കൊണ്ട് തലകുനിച്ചിരിക്കുമ്പോ എന്തോ ഒന്ന് ചൊല്ലിയല്ല മോനെ? തങ്ങൾക്കറിയാം എന്ത് ചൊല്ലിയെന്ന്. കൂടെയുള്ളവരെ പഠിപ്പിക്കാൻ തങ്ങൾ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ നിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടല്ലോ, നീ എന്താ പറഞ്ഞത്? ഹബീബായ തങ്ങളോട് ആ മനുഷ്യൻ പറയാണ്, നബിയേ സന്തോഷത്തോടെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പുതിയ വാഹനം വാങ്ങിയിട്ട്, ഈ മൃഗത്തെ വാങ്ങിയിട്ട് അഭിമാനത്തോടെ തങ്ങളെ കാണിക്കാൻ വന്നപ്പോ ഒരു ചെറിയ നിമിഷം കൊണ്ട് കള്ളനെന്ന് മുദ്ര കുത്തിയപ്പോ നാണം കൊണ്ട് തലകുനിച്ചതാ നബിയേ, സങ്കടം കൊണ്ട് കരഞ്ഞതാ നബിയേ. അപ്പൊ ഞാൻ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു, തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാം. ഒരൊറ്റ സ്വലാത്ത് തങ്ങളെ മേലിൽ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഞാൻ ഒറ്റ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ മനസ്സുകൊണ്ട് ദുആ ചെയ്തു, പടച്ച റബ്ബേ ഞാനിപ്പോ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തപ്പോഴേക്ക് എന്റെ കുതിര സംസാരിച്ചു. നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരൊറ്റ സ്വലാത്താ, ഒരൊറ്റ സ്വലാത്താ, നിരപരാധം തെളിഞ്ഞല്ലോ. കുതിര സംസാരിച്ചല്ലോ, ആളുകൾക്ക് സത്യം ബോധ്യപ്പെട്ടല്ലോ. ഒരൊറ്റ സ്വലാത്തിന്റെ പവറാണ്. അതുകൊണ്ട് ബൈത്തെടുക്കയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, നാം പിടിച്ചിരിക്കുന്ന പിടിവള്ളി നിസ്സാരമല്ല. നാം പിടിച്ചിരിക്കുന്ന പിടിവള്ളി ചെറുതല്ല. മദീന, ആ മദീനയോടടുക്കാനുള്ള പിടിവള്ളിയാണ് സ്വലാത്ത്. സ്വലാത്തിന്റെ ആളുകളാകണം, സ്വലാത്ത് പതിവാക്കണം, അത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈ സ്വലാത്തിന്റെ പവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ബൈത്തെടുക്കയിൽ നടക്കുന്ന സ്വലാത്തിന്റെ പവർ ഇരട്ടി മധുരമാണ്. ഒന്ന് തങ്ങളെ സ്വലാത്ത് തന്നെ, രണ്ടാമത് ഈ സ്വലാത്തിൽ കിട്ടുന്ന സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും പവറുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ബൈത്തെടുക്കയിലെ സ്വലാത്ത് എന്തുകൊണ്ടും വലിയ പവറാണ് എന്നതിൽ സംശയമില്ല.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം അങ്ങനെ ചെയ്തവരാണ്. നേരത്തെ പറഞ്ഞു 37 വർഷമായി സ്വലാത്ത് നടക്കുന്നുണ്ട്. ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ക്യാൻറ്റീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വലാത്തിന്റെ സംഖ്യകൾ നൽകുന്നത്. വലിയ സന്തോഷം തോന്നി. നല്ല മാതൃകാ യോഗ്യമായ ഭാരവാഹികളാണ്, കമ്മിറ്റിക്കാരാണ്, നാട്ടുകാരാണെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ പള്ളി ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ ദീനി ചലനമുണ്ട് എന്നതിന്റെ അടയാളമാണ്. എന്നാൽ പിന്നെ അവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ടെങ്കിൽ ആ മഹാന്റെ പാദം പതിഞ്ഞ പവിത്രമായ മണ്ണാണ് എന്നതിന് തെളിവാണ്. എന്നാൽ ആ നാട്ടിൽ സ്വലാത്ത് ഉണ്ടെങ്കിലോ ആ നാട്ടിൽ ഒന്നുകൂടി ദീനി ചൈതന്യത്തിന്റെ പവറുണ്ട് എന്നതിന്റെ അടയാളമാണ്. എന്നാൽ ആ നാട്ടിൽ ഇടമുറയാതെ റബ്ബിന്റെ ഇൽമിന്റെ ആ മധുരിമ അനുഭവിക്കുന്ന സന്തോഷമായ ഒരവസ്ഥ ഉണ്ട് എങ്കിലോ ആ നാട് എന്തുകൊണ്ടും പവറാണ്. എല്ലാം ഉണ്ട്. ഇവിടെ പള്ളിയുണ്ട്, മഹാനുണ്ട്, ഒരു വലിയ മഹാന്റെ സാന്നിധ്യമുണ്ട്, സ്വലാത്തുണ്ട്, വലിയ ഇൽമിന്റെ കേന്ദ്രമായ ദർസുണ്ട്, വലിയ ഭാഗ്യശാലികളായ നാട്ടുകാരാണ്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വലാത്തിന് വേണ്ടി അധ്വാനിക്കുന്നവര്, പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവര്, ഇനി ഉറൂസ് നടക്കുകയാണ്, അതിൽ വീടിന്റെ എന്തോ പദ്ധതികളൊക്കെ പറഞ്ഞു, വലിയ പദ്ധതികൾ, കോടികളായ പദ്ധതികളാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഈ മഹല്ലിൽ ഓരോ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. ഈ നാട്ടുകാരായ ഓരോരുത്തരും സഹകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോരുത്തരും സാധ്യമാകുന്ന രൂപത്തിൽ സഹകരിക്കുന്നു. സഹകാരികളായ ആളുകളാണ് ഈ നാട്ടിലുള്ളത് എന്ന് തന്നെയാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ വിജയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സദഖ ഒരിക്കലും പരാജയപ്പെടൂല. സദഖ തന്നെ വലിയ മഹത്വമാണ്. ഈ സദഖക്കും ഞാൻ പറഞ്ഞില്ലേ, സദഖ കൊടുക്കുമ്പോ ഒന്ന് സദഖ, മറ്റൊന്ന് സ്വലാത്തിന് കൊടുത്ത കൂലി, മറ്റൊന്ന് ഇൽമിനെ സഹായിച്ച കൂലി. സദഖ കുറേ ഉണ്ട്. അയൽവാസികൾക്ക് കൊടുക്കൽ സദഖ ഭയങ്കര പവറാണ്. അതിനേക്കാളും പവർ കൂടുതലാണ് കുടുംബക്കാർക്ക് കൊടുക്കുക. എനിക്കാളും പവർ കൂടുതലാണ് സ്വന്തം ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭാര്യക്ക്, മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മൾ മീന് വാങ്ങുന്നില്ലേ, അത് ഏറ്റവും ടോപ്പായ സദഖയാണ്. ടൗണിൽ പോയിട്ടാകുമ്പോ ഒരു അയില ഉണ്ടാന്ന് നോക്കി, ഷാവിന്റെ ഇന്നലെ വാങ്ങി, ഇന്നും പിന്നെ അയില തന്നെ, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഇല്ലാന്ന് ചെല്ലിങ്ങ് തുടങ്ങും. നീ എപ്പോഴും ഇങ്ങനെ ഇല്ലല്ല 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 പാട്ടാണ് അല്ലെ? എപ്പോഴും ഇല്ലെന്ന പാട്ട് പാടാൻ പാടില്ല, ഉണ്ട് എന്നാണ് പറയേണ്ടത്. എപ്പോഴും ഇല്ലെന്ന പാടിയാൽ ഇല്ലാതായി പോകും. ചില ആളുകൾക്കുണ്ട് അല്ലാഹു തആല നിഅമത്ത് നൽകിയിട്ടും അത് ഇല്ല 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 എന്ന് പുറത്തു പറയും, ഉള്ളിൽ കുറയുണ്ട്. അതുകൊണ്ടൊരു ഉപകാരം കിട്ടൂല. പണ്ടൊരു ഭാര്യ ഭർത്താവ് പുരക്ക് വരുമ്പോ പറഞ്ഞു മുളവില്ല, ആയിക്കോട്ടെ മുളക് കൊണ്ടുവന്നു. പിറ്റേന്ന് ഉപ്പില്ല, ഉപ്പും കൊണ്ടുവന്നു. അതിന്റെ പിറ്റേന്ന് പഞ്ചാരയില്ല. ഈ പെണ്ണിന് എപ്പോഴും പാട്ട് തന്നെ ഇല്ലെന്നാണ്. കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോ മാപ്പിള ചൂടായി, ഇനി എങ്ങാനും നിന്റെ ബായി ഇങ്ങനത്തെ ബാക്ക് കിട്ടും തച്ചു പൊടിയാക്കും ഞാൻ. എപ്പോഴും ഇല്ലല്ല ഇല്ലല്ല പാട്ട് ഉണ്ട്, നീ ചെല്ലുന്നേ ഇല്ല. എപ്പോഴും ഒരിക്കലും ഉള്ള സംഗതി ചെല്ലിന ഫസ്റ്റ് വന്നപ്പോ കേൾക്കുന്ന ഇല്ലല്ല പാട്ട്. ഇല്ലല്ല പാട്ട് ഇവിടെ വേണ്ട, ആയിക്കോട്ടെ ഓള് സമ്മതിച്ചു. പിറ്റേ ദിവസം ഭർത്താവ് വരികയാണ്, സത്യത്തിൽ ചായപ്പൊടി ഇല്ല, ഇല്ലാന്ന് പറയാനും പറ്റില്ല. ഇയാള് പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, പിന്നെ ഇതാ നോക്കിയല്ല, ചായപ്പൊടിയുടെ കുറവുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, ചായപ്പൊടിയുടെ കുറവുണ്ട്, മല്ലിപ്പൊടിയുടെ അഭാവമുണ്ട്. ഈ രൂപത്തിൽ ചില ഹിക്മത്തുകൾ ഇല്ല പറയാൻ പാടില്ല. അല്ലാഹു തആല നിഅമത്ത് നൽകിയാൽ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഉള്ളത് എടുത്തു പറയണം. എന്റെ അടിമ ഞാൻ നൽകിയ നിഅമത്ത് അനുഭവിക്കുകയും ആസ്വദിക്കുകയും അതെടുത്തു പറയുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാടായ മുഴുവൻ പാടി നടക്കണം എന്നല്ല, അതിനും ഒരു പരിധിയുണ്ട്. അള്ളാഹു നമുക്ക് നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കാനാണ്. സദഖ കൊണ്ടൊരിക്കലും പരാജയപ്പെടൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖനെ കുറിച്ച് പറയാൻ കാരണം എന്താ? സ്വലാത്തിനെ കുറിച്ച് ഇടക്ക് പറഞ്ഞിട്ട് ഇടക്ക് സദഖനെ കുറിച്ച് പറയാൻ കാരണം നേരത്തെ പറഞ്ഞു, മുഅ്മിനീങ്ങളൊക്കെ സഹകരിക്കുന്നത് കൊണ്ടാണ്, എല്ലാവരും സദഖ നൽകുന്നവരാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് സദഖയെ കുറിച്ച് പറഞ്ഞത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമല്ലേ? ഉറപ്പാണ്, സത്യമാണ്. കളവ് പറയാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറപ്പാണ്. പക്ഷേ തങ്ങള് പിന്നെ അതിന്റെ പുറം ഞാൻ നേര് പറയുന്നത് പറയേണ്ട ആവശ്യമില്ല.
ഞാൻ നേര് പറയുന്ന തങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ്, സത്യം മാത്രമാണ്. ഞാൻ നേരാണ് പറയുന്നത്. ഞമ്മ ചിലപ്പോ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയും, പക്ഷേ തങ്ങൾക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. പല സ്ഥലങ്ങളിലുണ്ട്. ആ കാര്യത്തിന്റെ ഗൗരവത്തിന് വേണ്ടിയിട്ടാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. ഹബീബായ തങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഞാൻ സത്യം ചെയ്ത് 3 കാര്യം പറയുന്നു. തങ്ങൾ പറഞ്ഞാൽ തന്നെ സത്യമാണ്. സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമല്ലേ? സത്യത്തിന്റെ വക്താവല്ലേ? സത്യം മാത്രം കൊണ്ടു നടന്നവരല്ലേ? ആ സത്യത്തിന്റെ വക്താവായ തങ്ങൾ പറയാണ്, സലാസത്തുൻ ഉഖ്സിമു അലൈഹിന്നാ, 3 കാര്യം ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, സാദിഖുൽ മസ്ദൂഖാണ്. എന്നിട്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് നമ്മ ബോധ്യപ്പെടുത്താൻ പറഞ്ഞത് കാര്യത്തിന്റെ ഗൗരവം ഉണർത്താനാണ്. അതിലൊന്ന് പറഞ്ഞത് മാനഖസമാ, അതേ മിൻ സദഖാ, മാനഖസമാലു അബ്ദിൻ മിൻ സദഖാ, സദഖ കൊണ്ട് നിന്റെ സമ്പത്ത് കുറയൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ കയ്യിൽ 5000 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു സംഖ്യ നീ സദഖ കൊടുത്താൽ കുറയൂല. പറഞ്ഞത് കളവ് പറയാത്ത മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ കൊടുത്തോ സമ്പത്ത് കുറയൂല, അതിന്റെ 10 ഇരട്ടി നിനക്ക് മറ്റൊരു മാർഗത്തിലൂടെ അല്ലാഹു നൽകുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സദഖ കൊടുത്താൽ ആഖിറത്തിലെത്തുമ്പോ ഓരോരുത്തരായ ആളുകള് അവര് ചെയ്ത നന്മയുടെ പ്രതിഫലം കാത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്തു നിന്ന് നിസ്കാരത്തിന്റെ പ്രതിഫലോ, മറ്റൊരു ഭാഗത്തു നിന്ന് സകാത്തിന്റെ പ്രതിഫലോ, മറ്റൊരു ഭാഗത്തു നിന്ന് നോമ്പിന്റെ പ്രതിഫലോ, ഇങ്ങനെ പ്രതിഫലത്തിന്റെ കൂമ്പാരം വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന സദഖയുടെ പ്രതിഫലം കണ്ടിട്ട് അമ്പരന്നുകൊണ്ട് വിശ്വാസികൾ ചോദിക്കും, ഇതെന്ത് പ്രതിഫലമാ റബ്ബേ? നിസ്കരിച്ചതിൻ്റെതല്ല, അതേ നോമ്പിൻ്റെതല്ല, ഹജ്ജിൻ്റെതല്ല, ഇത്രയും വലിയ സദഖ, ഇത്രയും വലിയ പ്രതിഫലം എന്താ റബ്ബേ എന്ന് ചോദിക്കുമ്പോ റബ്ബിന്റെ മറുപടി, സദഖ, നിന്റെ സദഖയുടെ പ്രതിഫലമാണ്. ആ മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്, സദഖ കൊടുത്താൽ നിനക്ക് കുറയില്ല, ഒരിക്കലും കുറവ് വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കും ഞമ്മ മുമ്പ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ ഉറപ്പ് വരുന്നില്ല അല്ലേ? നല്ല ഉറപ്പ് വരണം, നല്ല ഉറപ്പ് വരണം. ഏതുപോലെ ഏറ്റവും കടികട്ടിയുള്ള ഉറപ്പ്. കാരണം മുത്തായ തങ്ങൾ കളവ് പറയില്ല. അപ്പൊ പിന്നെ 5000 റുപ്യ ഉണ്ട്, 4500 റുപ്യായി. 500 റുപ്യ കൊടുത്തപ്പോ കുറഞ്ഞില്ലേ? കുറഞ്ഞു. പക്ഷേ 10 ഇരട്ടി നിനക്ക് കിട്ടും. മലിയാര് തങ്ങള് ഭാര്യക്ക് വേണ്ടി ഒരു പഴം കൊണ്ടുവന്നൊരു ചരിത്രം കാണാം. ഭാര്യ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരിക്കുമ്പോ വലിയ ആഗ്രഹത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോ ആ പഴം കൊണ്ടുവരുന്ന വഴിക്കാണ് ഒരാൾ ചോദിക്കുന്നത്, ഭക്ഷണം ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളും തോന്നുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കിട്ടാതെ കുറെ കാലായി, എന്തും ഒന്ന് തരണം. നമ്മളെപ്പോലെ മെല്ലെ ഒളിപ്പിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ച് വരുന്നല്ലോ, ഉള്ളതെന്തോ കൊടുത്തു. അലിയാര് തങ്ങൾ വീട്ടിലെത്തിയിട്ട് ഫുള്ള് മൂഡ് ഓഫ്. എന്ത് പറ്റി? അലിയാര് തങ്ങൾ പറഞ്ഞപ്പോ ഫാത്തിമ ബീബി പറഞ്ഞു, ഇത് മൂഡ് ഓഫ് ആകേണ്ട സംഗതിയല്ല, മൂഡ് ഓൺ ആകേണ്ട സംഗതിയാണ്. അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് വാതിൽ മുട്ടുന്നത് ഒരാള്. അയാൾ വാതിൽ മുട്ടിയിട്ട് ഒരു കവർ ഇങ്ങനെ നീട്ടിക്കൊടുത്ത്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ്. നോക്കുമ്പോ 10 പഴം. ഏത് പഴമാണോ ഫാത്തിമ ബീബിക്ക് കൊണ്ടുവന്നിട്ട് യാചകൻ ചോദിച്ചപ്പോ കൊടുത്തത്? അങ്ങനത്തെ 10 പഴം. 10 അല്ല, 9 പഴം. ഇതാര് തന്നെ? നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ്. ആ കവറെടുത്ത് നോക്കുമ്പോ ഇത് എത്രയുണ്ട്? 9. ഇതെന്റേതല്ല, ഇതങ്ങൾക്കുള്ളതല്ല.
അല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചത് എന്റേതല്ല, ഇത് എനിക്കുള്ളതല്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്റേതാണെങ്കിൽ എനിക്ക് 10 വേണം, ഞാൻ 1 കൊടുത്താൽ 10 കിട്ടുന്നാണ് മുത്തുതങ്ങ പറഞ്ഞത്. മുത്തായ തങ്ങൾ പഠിപ്പിച്ചത് 10 കിട്ടുന്നാണ്. ഈലുള്ള 9 ഇത് എന്റേതല്ല. അപ്പമല്ല അയാൾ പറഞ്ഞു, 1 ഞാൻ എടുത്ത്. കാരണം അത് കട്ടതല്ല. സ്വാഭാവികമായിട്ടും ഞാനും ഇവിടുത്തെ ഉസ്താദും നല്ല ബന്ധമുണ്ടെങ്കിൽ, പരിചയം മുമ്പില്ലെങ്കിലും വന്നപ്പോ പരിചയമായി. മുമ്പ് പല തവണ കണ്ടതുമാണ്, പരിചയപ്പെട്ടതുമാണ്. അപ്പൊ കണ്ടപ്പോ ഒന്നുകൂടി പരിചയമായി. ഏതായാലും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നല്ല പരിചയം ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ പെണ്ണ് ഞാൻ എടുത്താൽ കട്ടെന്ന് പറയോ? ചിലപ്പോ ചെല്ലാതെ എടുത്തോണ്ട് ഞാൻ പുറക്കു പോകും. പുറക്കു വരും, ഞാൻ വാട്സപ്പിൽ ഫോട്ടോ ഈ പെണ്ണ് ഓർമ്മ ഉണ്ടാ. അതൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ സ്വഹാബി അലിയാരി തങ്ങളോട് പറഞ്ഞേ, ഞാനും നിങ്ങൾക്ക് 10 കിട്ടിയപ്പോ 1 എടുക്കാൻ ആഗ്രഹം, ഞാൻ ബയ്യ പറയാൻ വിചാരിച്ചു, 1 എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ ഇത് എന്റേതാണ്. ഇതാണ് ഉറപ്പ് നില. ഈ ഉറപ്പ് നമുക്ക് വേണം. സദഖ കൊടുത്താൽ കുറയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. സദഖയുടെ മറ്റൊരു പവർ നമുക്കറിയാം. ആരാണ് ദുർമരണം പേടിക്കുന്നത്? ആരാ? നശിച്ച മരണം, മോശപ്പെട്ട മരണം, പരാജയപ്പെട്ട മരണം ഭയപ്പെടുന്നവരാണോ? ഹബീബായ തങ്ങൾ പറയാണ്, നീ സ്വതക്ക കൊടുത്താൽ റഹ്മാനായ റബ്ബിന്റെ കോപത്തെ കെടുത്തിക്കളയോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സ്വതക്ക കൊടുത്താൽ റഹ്മാനായ റബ്ബിന്റെ കോപത്തെ കുറച്ചുകളയോ. അള്ളാന്റെ കോപം കുറക്കും നമ്മുടെ സ്വതക്ക കൊണ്ട്. തീർന്നില്ല, നിന്റെ ദോഷം കരിച്ചു കളയോ നിന്റെ സ്വതക്ക കൊണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. വതദ്ഫഉ മീതത്തുസ്സൂഅ്, നിന്റെ സ്വതക്ക ദുർമരണത്തിൽ നിന്ന് നിന്നെ തടയുന്നതാ. മോശപ്പെട്ട മരണത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നാം എത്രയോ ചെലവഴിക്കുന്നവരാണ്. വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു മൊബൈലിന് വേണ്ടി, നമ്മുടെ വസ്ത്രത്തിന് വേണ്ടി, ചെരുപ്പിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പലതിനും വേണ്ടി നാം ചെലവഴിക്കുന്നവരാണ്. ഞാൻ ജോലിയെടുക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ചെലവഴിച്ച സംഖ്യ കണക്ക് കൂട്ടിയാൽ എത്രമാത്രം കണക്ക് കൂട്ടുകൾ ഉണ്ടാകും. ആ സംഖ്യ കേട്ടെത്ര അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. ഓരോ കിലോമീറ്ററിന്റെയും മൈലേജ് എത്ര ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. എത്ര 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഉടമകളില്ലേ ഇവിടെ? എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വണ്ടിയുടെ ഇന്ധനത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. വീടിന് വേണ്ടി ചെലവഴിക്കുന്നത്, വണ്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. റഹ്മാനായ റബ്ബിന്റെ കോപം കെടുത്തുമെന്നല്ലേ സ്വതഖ? റബ്ബിന്റെ കോപത്തെ കെടുത്തുമെന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്? ദുർമരണത്തിൽ നിന്ന് കാവൽ കിട്ടുമെന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്? നിന്റെ ദോഷത്തെ കരിച്ചു കളയുമെന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്? ദുർമരണത്തിൽ നിന്ന് കാവൽ കിട്ടുമെന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്? അതുകൊണ്ട് നാം സദഖയുടെ ആളുകളാകണം. ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ സ്വലാത്ത് വാർഷികത്തിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ഈ നാട്ടിലെ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നത് വെറുതെയാവൂല പ്രിയപ്പെട്ട നാട്ടുകാരെ. അതൊരു ചെറിയ നാണയത്തൊട്ടാണെങ്കിലും വലിയ പ്രതിഫലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബക്കാർ കൊടുക്കുന്ന സദഖ, ഉമ്മ ഉപ്പ കൊടുക്കുന്ന സദഖ, എനിക്കാളും പവറുള്ള ഒരു സദഖ ഉണ്ട്. അതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി. അത് ഏറ്റവും ടോപ്പിൽ അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി കൊടുക്കുന്ന സദഖയാണ്. ഇവിടെ 2 കാര്യം: ഒന്ന് സ്വലാത്തിന് വേണ്ടി കൊടുക്കുന്ന സദഖ, മറ്റൊന്ന് ഇൽമിന് വേണ്ടി കൊടുക്കുന്ന സദഖ.
ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ പവറാണ് നാം ഇതുവരെ പറഞ്ഞത്. ഇപ്പം എല്ലാ സദഖയെ കുറിച്ച് പറയാൻ കാരണം സദഖയുടെ മജ്ലിസ് ആയതുകൊണ്ടാണ്. ഒരിക്കലും പരാജയപ്പെടില്ല. ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് നാം ഓരോരുത്തരും സദഖയുടെ ആളുകളാകണം. നാളെ ആഖിറത്തിലെത്തുമ്പോ പരാജയപ്പെട്ട ഒരുത്തന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു അമലുമില്ല, സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ഒരു അമലും കാണുന്നില്ല, നരകത്തിലേക്കായി വിധിക്കപ്പെട്ടു. ആ സമയത്ത് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ആലിമീങ്ങളെ പരിചയമുണ്ടോ? ഏതെങ്കിലും ആലിം നിന്റെ സുഹൃത്തായിട്ടുണ്ടോ? നീ ആലിമാണോന്നല്ല, ഏതെങ്കിലും ഒരു ആലിമ് നിന്റെ സുഹൃത്തായിട്ടുണ്ടോ? എന്തിന്? ആ ആലിമിനോടുള്ള ബന്ധം കൊണ്ട്, ആ ശഫാഅത്ത് കൊണ്ട് ആഖിറത്തിൽ രക്ഷ കിട്ടാൻ. മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയ സംഗതിയല്ല. ഞാനിപ്പോ ഇവിടെ വഅദ് പറയുന്നത് എനിക്ക് വലിയ മഹത്വം ഉള്ളത് കൊണ്ടോ ഇൽമുള്ളത് കൊണ്ടോ അല്ല. അറിയുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ പറച്ചിലും കേൾക്കുന്നതും എല്ലാം കബൂലാക്കുമാറാകട്ടെ. ഞാൻ ദർസ് പഠിക്കുന്ന സമയം ഞാൻ കോഴിക്കോട് ദർസ് പഠിച്ചു. അതിനുശേഷം സാദിയയിലേക്ക് പഠിച്ചു. ഞാൻ സാദിയയിൽ പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരൻ ഇവിടെയുണ്ട്, ബഷീർ സാദി. 10 വർഷമായി ഞാൻ 11 വർഷമായി സാദിയയിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര മഹലിൽ പോയോ, എത്ര പ്രസംഗിച്ചോ, എത്ര ഇമാമ് നിന്നോ, എത്ര മദ്രസയിൽ ക്ലാസ് എടുത്തോ, എത്ര ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തോ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു നേരത്തെങ്കിലും ഭക്ഷണം തന്ന വീട്ടുകാർക്ക് ഞാൻ ചെയ്ത ദീനി ഖിദ്മത്തിന്റെ ഓഹരി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം കിട്ടുകയാണ്. ഇത് ഞാൻ എന്റെ മാത്രം പറഞ്ഞല്ല, എല്ലാവരും ഇവിടെയുള്ള ഉസ്താദ് അവറുകൾ വലിയ ദീനി ഖിദ്മത്താണ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ആരെങ്കിലും ഒരാള് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഉസ്താദ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം പഠിച്ചു കഴിഞ്ഞ് ദീനി ഖിദ്മത്തിൽ ഇറങ്ങിയിട്ട് ബൈത്തെടുക്കയിൽ മുദർരിസായി സേവനം ചെയ്യുന്നതല്ലേ, അന്ന് ആരൊക്കെ സഹായിച്ചവരുണ്ടോ? ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നു. ഒരക്ഷരം പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഓഹരി സഹായിച്ച വീട്ടുകാർക്ക് ലഭിക്കുകയാണ്, അതുണ്ടാക്കിയ ഉമ്മക്ക് ലഭിക്കുകയാണ്, അതിനധ്വാനിച്ച ഉപ്പക്ക് ലഭിക്കുകയാണ്, സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. ഇതെന്റെ വക പറയുന്നതല്ല, വിശുദ്ധ മതത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി സഹായിച്ചാൽ, അവരെ ഭക്ഷണത്തിന് വേണ്ടി സഹകരിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലക്കാത്ത പ്രവാഹമാണ്. എൻഡിങ് പോയിന്റ് ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന അമലാണ്. ഖബറിൽ കിടക്കുമ്പോ വെളിച്ചമാ. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ആഖിറത്തിലെത്തിയിട്ട് പരാജിതനെന്ന് ചപ്പും, അതേ പരാജിതനെന്ന പേരിൽ ചപ്പ കുത്തിയിട്ട് നരകത്തിലേക്ക് വിധിക്കപ്പെട്ട മനുഷ്യനോട് അവസാനമായി ചോദിച്ച ചോദ്യം, ഏതെങ്കിലും ഒരു ആലിമിനെ പരിചയമുണ്ടോ? ഏതെങ്കിലും ആലിമിന്റെ സുഹൃത്തായിട്ടുണ്ടോ? സുഹൃത്തുക്കൾ അധികരിപ്പിക്കണം. സുഹൃത്ത് ബന്ധം അധികരിപ്പിക്കണം. എന്തിന്? ആഖിറത്തിന്റെ ശഫാഅത്തിന് വേണ്ടി. നല്ല സുഹൃത്തുക്കളാണ് അധികരിപ്പിക്കേണ്ടത്. ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടാനാണ്. അമ്പിയാക്കളെ ശഫാഅത്ത് കഴിഞ്ഞാൽ ആഖിറത്തിൽ ശഫാഅത്തിന്റെ അധികാരം കിട്ടുന്ന വിഭാഗം ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ നമുക്ക് മനസ്സ് വേണം. ആലിമീങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് മനസ്സ് വേണം. സ്നേഹമെന്നുള്ളത്, ബഹുമാനമെന്നുള്ളത്, ആദരവെന്നുള്ളത് അത് ഈമാനിന്റെ പ്രകടനമാണ്. അത് ഈമാനിന്റെ പ്രകടനമാണ്. ഒരാൾക്ക് ബഹുമാനമുണ്ടോ? പള്ളിയോട്, മഖ്ബറയോട്, സ്വലാത്ത് മജ്ലിസിനോട്, ആലിമീങ്ങളോട്, ഉസ്താദുമാരോട് ബഹുമാനുണ്ടോ? ഈമാനുണ്ട്. തഅദീമു മാ അല്ലമല്ലാഹ്, തഹ്ഖീറു മാ ഹഖറല്ലാഹ്.
അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അത് മനുഷ്യനെ നീണ്ടു നിവർന്ന് നിൽക്കണമെങ്കിൽ നട്ടല് വേണം. നട്ടല്, വിശുദ്ധമായ ഇസ്ലാമിന്റെ നട്ടല് എന്ന് പറയുന്നത് രണ്ടാണ്. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അള്ളാഹ് ബഹുമാനിച്ച മഹാന്മാരെ നാം ബഹുമാനിക്കുന്നത് ഈമാനുള്ളത് കൊണ്ടാണ്. ആ മഹാന്മാരെ ബഹുമാനിക്കാൻ മനസ്സില്ലാത്തത്, പുത്തൻവാദികൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഈമാൻ ഇല്ല. അവരെത്ര നിസ്കരിച്ചാലും, അവരെത്ര സദഖ കൊടുത്താലും, അവരെത്ര ഹജ്ജ് ചെയ്താലും, അവരെ ഒരു സൽക്കർമ്മവും അല്ലാഹ് ഖബൂലാക്കൂല. ലാ യഖ്ബലുല്ലാഹ് സർഫൻ വലാ അദ്ലാ. അവരെ ഒരു സൽക്കർമ്മവും അല്ലാഹ് സ്വീകരിക്കൂല. കാരണമെന്തേ? ബേസിക് പോയിട്ടുണ്ട്, ഈമാൻ തെറ്റിപ്പോയിട്ടുണ്ട്. മഹാന്മാരെ അവർ ബഹുമാനിക്കുന്നില്ല. ചിലപ്പോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പാടില്ല. നേരത്തെ ചങ്ങാതിമാരെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. അത് സദ്വൃത്തരായ സാലിഹീങ്ങളായ സൽഗുണങ്ങളുള്ള ആളുകളെയാണ് ചങ്ങായിപ്പാടാക്കേണ്ടത്. അത്തരം പുത്തൻവാദികളെയല്ല. അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതേ, അവരടുത്തു നിന്നാൽ നമ്മുടെ ഈമാനിന് കുറവ് വരും. ചിലപ്പോ നമുക്ക് തോന്നിപ്പോവും അങ്ങനെ സലാം പറയാൻ പോലും പാടില്ല എന്ന്. അങ്ങനെ പറയണം, നാട്ടിലുണ്ടാവൂല. ചിലപ്പോ നമുക്ക് തോന്നിപ്പോവും. അല്ലാഹു അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലില്ല, അല്ലാഹു സലാമത്താക്കട്ടെ, ഒരു സലാം പോലും പറയാൻ പാടില്ല. അങ്ങനൊക്കെ ഒരു വിരോധം കാണിക്കണോ? ഇസ്ലാം എപ്പോഴും സ്നേഹല്ലേ, സൗഹൃദല്ലേ എന്ന് തോന്നിപ്പോവും. ചോദിക്കട്ടെ, എന്റെ വാപ്പാനെ കുറ്റം പറയുന്ന ആളോട് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്റെ വാപ്പ സയ്യിദ് ബദ്റുദ്ദീൻ തങ്ങൾ വഫാത്തായിട്ട് 25 വർഷമായി. എന്റെ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്, 2000 വഫാത്തായിട്ടുണ്ട്. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് ബാപ്പാന്റെ ഖബറിലേക്ക്, ഞങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരക്കാരോട് പുഞ്ചിരിക്കരുത്, അത്തരക്കാരോട് സൗഹൃദം അരുത്, അത്തരക്കാരോട് സലാം പറയരുത്, അത്തരം വിദൈകളെ കൂടെ ഇരിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സർവ ഇമാമിങ്ങളും ഏകാഭിപ്രായമാണ്. പുത്തൻവാദികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന കാര്യത്തില് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ പറയുന്നുണ്ട്. ഖാല ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ലാ യുജാലിസുഹും, അവരടുത്ത് ഇരിക്കരുത് എന്നല്ല, വലാ യഖ്റുബ മിൻഹും, അവരടുത്ത് പോകരുത്, വലാ യുഅന്നിയഹും ഫിൽ അയാദി വഔഖാതിസ് സുറൂർ, സന്തോഷമുള്ള സമയങ്ങളില് ആഘോഷങ്ങളില് അവരോട് സന്തോഷം പങ്കിടരുത്. തീർന്നില്ല, വലാ യുസല്ലാ, മരിച്ചാൽ അവരോട് മയ്യിത്ത് നിസ്കാരം പോലും അരുതേ. മഹാന്മാര് നമ്മോട് പറയാണ്. എന്തുകൊണ്ട് അത്രയും ഒരു വലിയ വിരോധാഭാസം കാണിക്കണമെന്ന് പറയുന്നത്? എന്റെ വാപ്പയെ കുറ്റം പറയുന്ന ആളോട് എനിക്ക് വെറുപ്പുണ്ടാവൂലേ? നിരന്തരം കുറ്റം പറയാണ്, എന്റെ വാപ്പാനെ നിരന്തരം ആക്ഷേപിക്കുകയാണ്. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും പണ്ടും ആക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി ബാപ്പാന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്ന മോന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കാൻ എനിക്ക് മനസ്സ് വരുമോ? ഇല്ലല്ലോ മുഅ്മിനേ, മാറ്റി നിർത്തൂലേ മുഅ്മിനേ. എന്റെ ബാപ്പയെക്കാളും ഉപ്പയെക്കാളും ഉമ്മയെക്കാളും എന്റെ സ്വന്തത്തെക്കാളും കടപ്പാടുള്ള മുത്തുനബി, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സഹാബികളെ ഭാഷ. നമ്മൾ പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നല്ലേ? അതിനേക്കാളും ഒരു പടി മുന്നിലാണ് സഹാബികൾ പറയുന്നത്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. മഹബ്ബത്തിന്റെ ഭാഷയാണ്, ഇഷ്ഖിന്റെ ഭാഷയാണ്. സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഉമർ തങ്ങൾ പറയാണ്, മുത്തായ തങ്ങളെ കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്തെങ്കിലും വിളിച്ചുകൊണ്ട്
ചോദിച്ചാൽ യാ അബൂബക്കർ യാ ഉമർ റളിയല്ലാഹു അൻഹുമാ എന്നങ്ങ് വിളിച്ചാൽ ആദ്യം ചൊല്ലിയിട്ട് ചെന്നിട്ട് പറയുന്നത് ഫിദാക എന്നാണ്. എന്താണ് അതിനർത്ഥം? എന്റെ ജീവിതം തന്നെ അങ്ങേക്ക് മതിയല്ലോ നബിയേ, എന്റെ ജീവിതം തന്നെ അങ്ങേക്ക് വേണ്ടിയല്ലോ നബിയേ എന്നാണ് അവര് പറയുന്നത്. അവരെ മഹബ്ബത്ത് എത്രയാണ്, അവരെ ഇഷ്ഖ് എത്രയാണ്. അവരെ മഹബ്ബത്ത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുമല്ലോ. സ്വയം സന്തോഷിക്കേണ്ട ഒരു സമയത്ത് സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. സിദ്ദീഖ് തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മക്കം ഫതഹിന്റെ സമയം സിദ്ദീഖ് തങ്ങൾ പ്രിയപ്പെട്ട ബാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. അബൂ ഖുഹാഫ തങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല. മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്കം ഫതഹിന് വേണ്ടി വന്നു. മക്കം ഫതഹിന് വേണ്ടി മക്കയിലേക്ക് വന്ന് ചുരുക്കി പറയാം, മക്കം ഫതഹിലേക്ക് വന്നിട്ട് കുറെ കാലയില്ലേ ബാപ്പാനെ കാണാതെ, ഒന്ന് കാണാൻ പോവാം എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. മക്കയിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് 8 വർഷമായിട്ടുണ്ട്. ഉപ്പയെ കാണാനാണ് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കിടക്കുന്നു ബാപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ കാണാം 90-ലധികം വയസ്സായിട്ടുണ്ട്. ആ സമയത്ത് അബൂ ഖുഹാഫ തങ്ങൾക്ക് ശരീരം മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന് സുബ്ഹാനല്ലാഹ് അബൂ ഖുഹാഫ തങ്ങളെ ബാപ്പയെ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളായ മകനെ കണ്ടപ്പോ അബൂ ഖുഹാഫ എന്നവര് പറയാണ്, മോനെ എനിക്കിതുവരെ അല്ലാഹു ആയുസ് തന്നത് നിന്നെ കാണാനാണ്. നിന്റെ മതത്തിൽ ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കണോ, ഷഹാദത്ത് കലിമ ചൊല്ലണം. സിദ്ദീഖ് തങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമായി. സിദ്ദീഖ് തങ്ങൾ ബാപ്പയെ കയ്യിലെടുത്തു എന്നാണ്, കുട്ടികളെടുക്കും പോലെ കയ്യിൽ ഇങ്ങനെ എടുത്തു. മെലിഞ്ഞൊട്ടിയ ഭാരമില്ലാത്ത ഒരു ശരീരം. സിദ്ദീഖ് തങ്ങളുടെ ശരീരവും അങ്ങനെ തന്നെയാണ്, മെലിഞ്ഞ വെളുത്ത രൂപമാണ്. അല്ലാഹു അവരെ സ്വർഗത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാപ്പയെ മുത്തായ തങ്ങളടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്. ഞാൻ ഇത് പറയുന്നത് അവരെ മഹബ്ബത്തിന്റെ അളവ് മനസ്സിലാക്കാനാണ്. നമ്മുടെ മഹബ്ബത്ത് എവിടെ, അവരെ മഹബ്ബത്ത് എവിടെ? ഒരു സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്താൽ മഹബ്ബത്ത് പൂർണ്ണമായ, ഒരു നിസ്കാരത്തിന് ശേഷം ഒരു 11 സ്വലാത്ത് പങ്കെടുത്ത, ഒരു 11 സ്വലാത്ത് ചൊല്ലിയാൽ മഹബ്ബത്തിന്റെ ആളായ, സ്റ്റാറ്റസിൽ കാണാം മദീന, സ്റ്റാറ്റസിൽ കാണാം മദീന, സ്റ്റാറ്റസിൽ കാണാം പച്ചക്കുബ്ബ. അതങ്ങ് ഖൽബിലേക്ക് ഇറങ്ങി വരണം. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഏറ്റവും വലിയ മഹബ്ബത്തിന്റെ അടയാളമായി മാറണം. അബൂ ഖുഹാഫ തങ്ങളെ മുന്നിലെത്തി തങ്ങളോട് പറഞ്ഞു, നബിയേ എന്റെ ബാപ്പ വിശുദ്ധ മതത്തിലേക്ക് വരികയാണ്. തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണേ നബിയേ. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വിശുദ്ധ കലിമത്ത് ചുരുക്കുന്നു, വിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നു. സിദ്ദീഖ് തങ്ങൾ കാലം എത്രയായി ആഗ്രഹിച്ചൊരാഗ്രഹമല്ലേ? പക്ഷെ അപ്പോൾ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. ഇത്രയും വലിയ ആഗ്രഹ സഫലീകരണം ഉണ്ടായ രംഗത്ത് സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ സിദ്ദീഖേ കരയുന്നത്? കാലം എത്രയായി ബാപ്പ മുസ്ലിമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ പറയുന്നു? കാലം എത്രയായി ബാപ്പ ഒന്ന് വിശ്വസിച്ച് കിട്ടാൻ നിങ്ങൾ കൊതിക്കുന്നു? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ബാപ്പ ഇതാ മുസ്ലിമായിട്ടുണ്ട്. നിങ്ങളുടെയും എന്റെയും ജീവിതകാലത്ത് ഞാൻ തന്നെ കലിമ ചൊല്ലിയല്ലോ, ബാപ്പ മുസ്ലിമായല്ലോ. സന്തോഷമല്ലേ അബൂബക്കറേ? സിദ്ദീഖ് തങ്ങളോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, മഹബ്ബത്തിന്റെ പ്രതീകമല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, നബിയേ എൻ്റെ ബാപ്പ മുസ്ലിമാകാൻ ഞാൻ കൊതിച്ചു, അതുപോലെ എൻ്റെ ബാപ്പ മുസ്ലിമായി.
തങ്ങളെളാപ്പ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് മുസ്ലിമാകാൻ തങ്ങൾ കൊതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അബൂ താലിബ് വിശ്വസിച്ച് ഇങ്ങനെയൊരു സന്തോഷമുള്ള അവസ്ഥ തങ്ങൾക്ക് വന്നില്ലല്ലോ. അതിനെന്താ സിദ്ദീഖേ കരയുന്നത്? സിദ്ദീഖ് തങ്ങൾ പറയാണ്, നബിയേ, എൻ്റെ ബാപ്പ മുസ്ലിമായി എന്ന സന്തോഷം എനിക്കുണ്ട്. തങ്ങളെളാപ്പ മുസ്ലിമായി എന്ന് സന്തോഷിക്കാൻ തങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ നബിയേ. ഞാൻ അനുഭവിച്ച സന്തോഷം പോലെയുള്ളൊരു സന്തോഷം തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ നബിയേ. അവരെ മഹബ്ബത്ത് എത്രയാണ്, അവരെ മനസ്സ് എന്തുമാത്രം മദീനയോടടുത്തതാണ്. ഏറ്റവും വലിയ ആഗ്രഹമുള്ള സമയത്ത് പോലും തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമല്ലേ അവരുടെ ജീവിതം. അതല്ലേ ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. മഹാനരായ ബിലാൽ തങ്ങള് നിലത്ത് കിടത്തിയിട്ടല്ലേ വലിച്ചു കൊണ്ടുപോയത്. നിലത്ത് കിടത്തിയെന്ന് മാത്രമല്ലല്ലോ, ആ നെഞ്ചത്തൊരു കല്ല് വെച്ചല്ലോ, ആ കാലിലേക്കൊരു കയറ് കെട്ടിയല്ലോ. ചുട്ടുപൊള്ളുന്ന ചില്ലുപോലെ കൂർത്തു നിൽക്കുന്ന മണൽത്തരികളുള്ള മക്കയുടെ മണൽപ്പരപ്പിൽ വലിച്ചു കൊണ്ടുപോയല്ലോ ബിലാൽ തങ്ങളെ. ആ മണ്ണിനോട് ആ മാംസം ചേർന്നല്ലോ, ആ ഇറച്ചി കഷ്ണങ്ങൾ ഉരിഞ്ഞുരിഞ്ഞ് മണ്ണിനോട് ചേർന്നല്ലോ. വേദനിച്ച് പുളയുമ്പോഴും ബിലാൽ തങ്ങള് ഹബീബായ തങ്ങളെ പിടിവിട്ടില്ലല്ലോ. മഹബ്ബത്ത് ചെറുതല്ലോ, മഹബ്ബത്തിന്റെ പ്രകടനങ്ങൾ വ്യത്യസ്തമാണ്. ആ ബിലാൽ തങ്ങൾ മദീന വിട്ടത് മുത്തായ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇമാം മാലിക് തങ്ങൾ മദീന വിടാതെ കാലങ്ങളോളം മദീനയിൽ തന്നെ താമസിച്ചത് ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹബ്ബത്ത് കൊണ്ട് മാലിക് തങ്ങൾ മദീനയിൽ തന്നെ, മഹബ്ബത്ത് കൊണ്ട് ഇമാം മഹാനരായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ മദീന വിടുകയാണ്. ആ ബിലാൽ തങ്ങൾ മദീന വിടുന്നു, നടന്ന് മദീന വിടുന്നു. തങ്ങളില്ലാത്ത മദീന എനിക്ക് കാണാൻ കഴിയില്ല. തങ്ങളുള്ള മദീന, തങ്ങളെ ശറഫാക്കപ്പെട്ട കാലുകൊണ്ട് ചവിട്ടി പുളകിതമായ മദീന, ആ മദീനയിൽ തങ്ങളില്ലെങ്കിൽ ആ മദീന കാണാൻ കഴിയില്ല. ബിലാൽ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മദീനയിൽ നിന്ന് നാട് വിട്ടത്. കൂഫയിലേക്ക് പോയി താമസിച്ചല്ലോ. അവിടെ നിന്ന് 2 വട്ടം മുത്തായ തങ്ങളെ കാണാൻ വന്നല്ലോ. ആ ദീർഘമായ സംഭവം പറയുകയല്ല. അവസാനം ബിലാൽ തങ്ങൾ വഫാത്തിന്റെ രംഗം പറയുന്നുണ്ട്. കൂഫക്കാരെ ഏറെ ബഹുമാനിച്ച വ്യക്തിയാണ് ബിലാൽ തങ്ങൾ, ഏറെ ആദരിച്ച വ്യക്തിയാണ് ബിലാൽ തങ്ങൾ. ബിലാൽ തങ്ങൾ വഫാത്താവാൻ കിടക്കുമ്പോ കുടുംബക്കാര് തൊട്ടടുത്തുണ്ട്, ശിഷ്യന്മാര് തൊട്ടടുത്തുണ്ട്. വഫാത്തിന്റെ വേളയിൽ ചുറ്റുമുള്ള ആളുകൾ കരയുമ്പോ ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. കൂടെയുള്ളവർ കരയുമ്പോ ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. എന്തേ മക്കളെ നിങ്ങൾ കരയുന്നത്? എന്തേ പെണ്ണെ നീ കരയുന്നത്? എന്തേ മുഹിബ്ബീങ്ങളെ നിങ്ങൾ കരയുന്നത്? ഞാൻ കരയില്ല മക്കളെ, ഞാൻ ചിരിക്കുകയാണ്. ആരെ കാണാനാണോ കാലം ഇത്രയും ഞാൻ കൊതിച്ചത്, ആ തങ്ങളെ കാണാനുള്ള ഒരുക്കത്തിലാണ്. ചിരിക്കാതെ നിർവാഹമില്ല. ബിലാൽ തങ്ങൾ മരിക്കുമ്പോ പോലും ചിരിച്ചത് തങ്ങളെ ഓർത്തിട്ടാണ്. അവരെ മഹബ്ബത്ത് അങ്ങനെയാണ്. അവരെ ജീവിതം മദീനക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ആ തങ്ങളെ നമുക്ക് കണ്ടിട്ടില്ല, തങ്ങളെ കൈപിടിക്കാൻ സാധിച്ചിട്ടില്ല, തങ്ങളെ കാലത്ത് ജീവിച്ചിട്ടില്ല, തങ്ങളെ കണ്ട സഹാബികളെ കണ്ടിട്ടില്ല, തങ്ങളെ കണ്ടവരെയും കണ്ടിട്ടില്ല. ആധുനികതയുടെ യുഗത്തിൽ അതിപ്രസരത്തിൽ മുങ്ങിക്കുളിക്കുന്ന നാം, തെറ്റിന്റെ അതിപ്രസരത്തിൽ മുങ്ങിക്കുളിക്കുന്ന
കുളിക്കുന്ന നാം എന്തധികാരമാണ് ഹബീബായ തങ്ങളെ വിളിക്കാൻ, എന്തർഹതയാണ് മദീനയിൽ ചെല്ലാൻ, എന്തവകാശമാണ് ഹബീബായ തങ്ങളെ വിളിക്കാൻ. സ്വലാത്ത് മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. സ്വലാത്ത് മുറുകെ പിടിക്കണം, സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഈ ബൈത്തെടുക്കയിലെ സ്വലാത്തിന്റെ ആളുകളാകണം നാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയം വളരെ വൈകിയിട്ടുണ്ട്, പറഞ്ഞാലുണ്ടോ തീരുന്നു. വിശാലമായ പ്രപഞ്ചമല്ലേ മുഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ ഇഷ്ടപ്പെടണം, തങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരാകണം. അപ്പോഴാണ് മുഹബ്ബത്തിന്റെ ആളുകളാകുന്നത്. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക ചെറിയ ഭാഗ്യമല്ല. അങ്ങോട്ട് നാം ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങോട്ട് സാധ്യമാകുന്ന രൂപത്തിൽ മഹബ്ബത്ത് വെക്കുന്നുണ്ട്. പക്ഷേ മദീനയിൽ നിന്നിങ്ങോട്ടൊരു മഹബ്ബത്ത് കിട്ടുക, മദീനയിൽ നിന്നിങ്ങോട്ടൊരു തിരുനോട്ടം കിട്ടുക ചെറിയ കാര്യമല്ലല്ലോ. അതിന് ഈ മജ്ലിസ് ധാരാളമാണ്. ഈ മജ്ലിസിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് നിങ്ങൾ സ്വതക്ക നൽകണോ, മദീനയോടുള്ള ഇഷ്ടം കരുതണോ. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഇൽമിന് വേണ്ടി വിനിയോഗിക്കുന്ന ഈ മഹത്തായ സ്വതക്ക മദീനയിൽ നിന്നുള്ളൊരു തിരുനോട്ടം കിട്ടാനാണെന്ന് മനസ്സിൽ കരുതണം. ചെറിയ ആഗ്രഹമല്ല, വലിയ ആഗ്രഹമാണ്. എങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ട് മുഅ്മിനേ. കാരണം സ്വലാത്താണ്, ഇൽമിന് വേണ്ടിയുള്ള സ്വതക്കയാണ്. നന്നായി സഹകരിക്കണം, നന്നായി സഹായിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിലാൽ തങ്ങൾ സ്വർഗത്തിൽ കടക്കുമ്പോ, സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിൽ കടക്കുമ്പോ നമുക്ക് പറയാനൊരു പിടിവള്ളിയെങ്കിലും ഈ സ്വലാത്ത് കൊണ്ട്, സ്വതക്ക കൊണ്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ബൈത്തെടുക്കയിലെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും, നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് പോകും. പക്ഷേ ഇവിടെ പങ്കെടുത്തത്, ഇവിടെ കൊടുത്ത സ്വതക്കകള് നാം മരിക്കുന്നത് വരെ നമുക്ക് വിളക്കാണ്, ഇരട്ടിയായി കിട്ടാനുള്ളതാണ്. ഒറ്റക്ക് കടക്കുന്ന ഖബറിലേക്ക് വെളിച്ചമാകാനുള്ളതാണ്. അതുകൊണ്ട് നല്ല സ്വതക്കകൾ നൽകണം. അല്ലാഹുവിൻ്റെ ഇൽമിന് വേണ്ടി സഹകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.